നടി ആക്രമിക്കപ്പെട്ട കേസിൽ വീണ്ടും വലിയ ചർച്ചകൾക്കിടയാക്കിക്കൊണ്ട് പൾസർ സുനി ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തൻ്റെ ശിക്ഷ റദ്ദാക്കണമെന്നാണ് ആവശ്യം. സ്വാഭാവികമായിട്ടും ഈ കേസിൽ വിട്ടയക്കപ്പെട്ടിരിക്കുന്ന ദിലീപ് അടക്കമുള്ളവരെ സംബന്ധിച്ചിട്ട് അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തയായിരിക്കാം. ഈ വിഷയം വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാവുന്ന രീതിയിൽ ജയിലിൽ കിടക്കുന്ന പൾസർ സുനി ഹൈക്കോടതിയെ അഭിഭാഷകനിലൂടെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുന്നു. ടോപ്പ് ഹെഡ്ലൈൻസ്. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒന്നാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പീൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൾസർ സുനി അടക്കം 4 പ്രതികളും കോടതിയെ സമീപിച്ചിരിക്കുന്നു. വിശ്വസനീയമായ തെളിവുകൾ തനിക്കെതിരെ ഇല്ല എന്നാണ് പൾസർ സുനി പറയുന്നത്. ദൃശ്യം ചിത്രീകരിച്ചു എന്ന് പറയുന്ന ഫോൺ കണ്ടെടുക്കാനായിട്ടില്ല എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടും പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദം. കോഴിക്കോട് മാളിക്കടവിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖനുമായി തെളിവെടുപ്പ് നടത്തി. വൈശാഖിന്റെ മാളിക്കടവിലെ ഇൻഡസ്ട്രിയിലാണ് തെളിവെടുപ്പ് നടത്തിയത്. കൊലപാതകത്തിൽ കുറ്റബോധമുണ്ടെന്നും കൃത്യം നടത്തിയത് ഭാര്യയ്ക്കറിയാമെന്നും പ്രതി. കൊലപാതകത്തിന്റെ നിർണായകമായ ദൃശ്യങ്ങൾ പുറത്തുവന്നത് യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന CCTV ദൃശ്യങ്ങൾ. CPIMനെയും CPIMലെ നേതാക്കളെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങാൻ പോകുന്നു. CPIM വെറും തെരഞ്ഞെടുപ്പ് പാർട്ടിയായി മാറി എന്ന് പുസ്തകത്തിൽ ആരോപണം. നേതൃത്വം പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാക്കി എന്ന് പുസ്തകത്തിൽ വിമർശനം. PI മധുസൂദനൻ MLAയ്ക്കും പുസ്തകത്തിൽ വിമർശനം. പുസ്തകം ഫെബ്രുവരി 4 പ്രകാശനം ചെയ്യും. ശബരിമല സന്നിധാനത്ത് വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അളവ് തിട്ടപ്പെടുത്താനായിരിക്കും പരിശോധന. എത്ര സ്വർണം ബാക്കിയുണ്ട് എന്നത് പരിശോധിക്കും. സന്നിധാനത്തെ പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിക്കും. VSSCയിൽ തന്നെ പരിശോധന നടത്താനാണ് നീക്കം. തീവ്ര വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും അപേക്ഷ സമർപ്പിക്കാനുമുള്ള സമയം ഇന്ന് തീരും. ഇതുവരെ പേര് ചേർക്കാൻ അപേക്ഷിച്ചത് 11 ലക്ഷത്തോളം പേരാണ്. 37 ലക്ഷത്തിലധികം പേർ രേഖകൾ ഹാജരാക്കണം. ഹിയറിംഗും പരിശോധനയും ഫെബ്രുവരി 14 വരെ ആയിരിക്കും. ഇതുവരെ പുറത്തായത് 9868 പേരാണ്. മലപ്പുറം അമരമ്പലത്ത് മാസങ്ങളായി ഭീതി പരത്തിയ കരടി കൂട്ടിൽപ്പെട്ടു. കുടുങ്ങിയത് TK കോളനിയിലെ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച കൂട്ടിൽ. കരടിയെ കൂട് സഹിതം അമരമ്പലം RRT ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റി. കൂട്ടിലായത് മുൻപ് പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ട അതേ കരടി. ഈ കരടിയെ മൃഗശാലയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ. റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ ഇവിടുന്ന് കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത്. അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടുള്ളൂ. ഇപ്പൊ തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും. ഇന്ത്യ ന്യൂസിലാൻഡ് അവസാന 2020 മത്സരം നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാത്രി 7 മണിക്കാണ് മത്സരം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ആരാധകരുടെ ശ്രദ്ധാകേന്ദ്രമാവുക സഞ്ജു സാംസൺ. ഇരു ടീമുകളും ഇന്ന് പരിശീലനത്തിനിറങ്ങും. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൾസർ സുനി തൻ്റെ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി അടക്കം 4 പ്രതികളാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും 20 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത് എന്ന കാര്യം ഓർക്കുക. പൾസർ സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ് എന്നിവരാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് കാണിച്ചാണ് പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിശ്വസനീയമായ തെളിവുകൾ തനിക്കെതിരെ ഇല്ല എന്നതാണ് സുനിയുടെ വാദം. കേസിലെ നിർണായകമായ തെളിവുകളിലൊന്നാണ് ഈ ഫോൺ. ഇപ്പോൾ നിലവിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൾസർ സുനി അടക്കമുള്ളവർക്ക് വേണ്ടി അവരുടെ അഭിഭാഷകർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കേസിൽ നിന്ന് തങ്ങളെ മുക്തരാക്കണം, ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പ്രധാനമായിട്ടും വാദിച്ചിരിക്കുന്നത്. ഇതിനാസ്പദമായിട്ടുള്ള പ്രധാനപ്പെട്ട വാദം ആയിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് നടിയെ പീഡിപ്പിച്ചത് എന്ന് പറയുന്ന, അത് ചിത്രീകരിച്ചു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആ വസ്തു
ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കേസിലെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പൾസർ സുന്നി അടക്കം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ഉതകുന്ന രീതിയിലാണ് ഇപ്പോൾ പൾസർ സുന്നിയുടെ ഈ നീക്കം എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇപ്പോൾ വാർത്തകളിൽ സജീവമായിട്ട് നിൽക്കുന്നത് കെ എം മാണിയുടെ അനുസ്മരണ ചടങ്ങിൽ, കേരള കോൺഗ്രസ് സംഘടിപ്പിച്ച കെ എം മാണിയുടെ അനുസ്മരണ ചടങ്ങിൽ കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ പങ്കെടുത്ത് കെ എം മാണിയെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പ്രസംഗം ഇത് നടത്തുകയുണ്ടായി. സ്വാഭാവികമായിട്ടും LDFിലെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ആ കേരള കോൺഗ്രസിലെ പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള കെ എം മാണിയെ അനുസ്മരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് നടത്തുന്ന ആ പരിപാടിയിൽ UDFിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിലെ നേതാവായ കെ മുരളീധരൻ അവിടെ പങ്കെടുക്കുകയും കെ എം മാണിയെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ്. മറ്റൊന്ന്, സ്വർണ്ണവിലയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ സ്വർണ്ണവില വലിയ രീതിയിലുള്ള റെക്കോർഡ് ഉയരങ്ങളിലേക്ക് കുതിച്ചുയരുകയുണ്ടായി. ഒറ്റ ദിവസം തന്നെ 7000-ഓളം രൂപയുടെ വലിയ ഉയരങ്ങളിലേക്ക് പോയി. അത് ഒറ്റ ദിവസത്തെ വലിയ രീതിയിലുള്ള സർവ്വകാല കുതിപ്പായിട്ട് നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ നേരെ വിപരീതമായിട്ട് വന്ന പോലെ തന്നെ അത് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലവർധനയിലൂടെ റെക്കോർഡിട്ട സ്വർണം ഇന്ന് വിലക്കുറവിലും റെക്കോർഡിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റയടിക്ക് പവന് ഇന്ന് കുറഞ്ഞിരിക്കുന്നത് 5240 രൂപയാണ്. ഇതോടുകൂടി ഒരു പവൻ സ്വർണത്തിൻ്റെ വില എന്ന് പറയുന്നത് 1,25,120 രൂപയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമിന് 655 രൂപ കുറഞ്ഞിട്ട് 15,640 രൂപയാണ് ഈ രീതിയിൽ വില കുറഞ്ഞത്. അപ്പോൾ ഒറ്റയടിക്ക് ഇടിവിലും റെക്കോർഡുണ്ടായിരിക്കുന്നു എന്ന് പറയാം. സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. കോഴിക്കോട് മാളിക്കടവിൽ ആത്മഹത്യ ചെയ്യാനായി യുവതിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വൈശാഖനുമായിട്ട് പോലീസ് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി. റിയാസ് KMR അതിൻ്റെ വിവരങ്ങൾ നൽകുന്നു. പ്രതി വൈശാഖനുമായി വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള കോഴിക്കോട് മാളിക്കടവ് മോരിക്കരയിലുള്ള ഐഡൽ ഇൻഡസ്ട്രിയൽ എന്ന സ്ഥാപനത്തിലാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥനായ KR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവ സ്ഥലത്ത് എത്തിച്ചത്. രാവിലെ 10:30 കഴിഞ്ഞ് എത്തിച്ച പ്രതിയെ അരമണിക്കൂറിലേറെ നേരം ഈ സംഭവ സ്ഥലത്ത് തെളിവെടുത്തു. കൊലപാതകം നടത്തിയത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു. ഈ സ്ഥലത്ത് വെച്ചാണ് ഇക്കഴിഞ്ഞ ശനിയാഴ്ച 24-ന് 26-കാരിയായ യുവതിയെ ഒരുമിച്ച് ജീവനൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പിന്നീട് തൂക്കിലേറ്റി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. ക്രൂരവും പൈശാചികവുമായ കൊലപാതകം നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു. ആ കൊലപാതകത്തിൻ്റെ രീതികളെല്ലാം തന്നെ പ്രതിയോട് വൈശാഖനോട് സംഭവ സ്ഥലത്തെത്തി പോലീസ് കൃത്യമായി ചോദിച്ചറിഞ്ഞു. മറ്റ് ഇടങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിഞ്ഞു. അത് പ്രതി കൃത്യമായി പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ യുവതിയെ മയക്കുന്നതിനായി ജ്യൂസ് വാങ്ങിയ കടയിലും പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തി. പ്രതിയുമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇവിടെ നിന്നും തനിക്കും സുഹൃത്തിനും കഴിക്കാൻ ജ്യൂസ് കൊണ്ടുവരിക എന്നൊരു നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കടയിൽ നിന്നും ജ്യൂസ് വാങ്ങിയത്. വാങ്ങി പിന്നീട് കടയുടമയ്ക്കൊന്നും ഇത് സംബന്ധിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആണ് ഇത് വാങ്ങി ഇവിടെ എത്തി. പിന്നീട് ആ ജ്യൂസിൽ ലഹരി ഗുളിക, അതായത് മയക്ക് ഗുളിക നൽകിക്കൊണ്ട്, ലഹരി ഗുളികയല്ല ക്ഷമിക്കണം, മയക്ക് ഗുളിക അതിൽ കലർത്തിക്കൊണ്ടാണ് ഈ പെൺകുട്ടിയെ അർദ്ധബോധാവസ്ഥയിലാക്കുകയും തൂക്കുകയർ കഴുത്തിലിടുകയും പിന്നീട് സ്റ്റൂൾ തട്ടിമാറ്റി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പൈശാചികമായ രീതി വൈശാഖിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. വൈശാഖിനെ ഫെബ്രുവരി 2 വരെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇന്നലെ ആദ്യത്തെ ദിവസം പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതിൻ്റെ ആദ്യത്തെ ദിവസം പൂർണ്ണമായും ചോദ്യം ചെയ്യലിനാണ് പോലീസ് സംഘം വിനിയോഗിച്ചത്. അതിനുശേഷം ഇന്നാണ് പോലീസ് വിശദമായ തെളിവെടുപ്പിലേക്ക് നീങ്ങിയത്. മറ്റിടങ്ങളിൽ കൂടി വൈശാഖിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ കൊല്ലപ്പെട്ട യുവതിയുമായി വൈശാഖിന് ബന്ധമുണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി 16 വയസ്സ് മുതൽ ആ യുവതിയെ വൈശാഖൻ പീഡിപ്പിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോക്സോ കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. പിന്നീട് ഈ യുവതി വിവാഹം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബന്ധത്തിൽ തർക്കം ഉണ്ടായ സമയത്ത് യുവതിയെ കൗൺസിലിങ്ങിന് പല കേന്ദ്രങ്ങളിൽ വൈശാഖൻ കൊണ്ടുപോയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത്തരം കൗൺസിലിംഗ് കേന്ദ്രങ്ങളിൽ എത്തിച്ചും പ്രതിയുമായി പോലീസ് തെളിവെടുക്കും.
കൂടാതെ ഈ വൈശാഖനോട് ഇറങ്ങി വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറ്റബോധമുണ്ട് എന്ന മറുപടിയാണ് വൈശാഖൻ നൽകിയത്. ഭാര്യയ്ക്ക് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ എന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭാര്യയ്ക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും വൈശാഖൻ പങ്കുവയ്ക്കുകയുണ്ടായി. അങ്ങനെ കുറ്റബോധമുണ്ട് എന്നൊരു വെളിപ്പെടുത്തലാണ്. അതിനിടെ ഈ വൈശാഖനും ഒപ്പം തന്നെ ഭാര്യയും ചേർന്ന് ഈ യുവതിയുടെ മൃതദേഹം കാറിലേക്ക് കയറ്റുന്ന, ആശുപത്രിയിൽ എത്തിക്കാനായി കാറിലേക്ക് കയറ്റുന്ന CCTV ദൃശ്യങ്ങളും ഇന്ന് പുറത്തു വരികയുണ്ടായി. വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഈ കേസിനെ സംബന്ധിച്ച് ഇന്ന്. ശരി, കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. അത് ശബരിമല സ്വർണ്ണ കവർച്ചയുമായിട്ട് പരോക്ഷമായിട്ട് ബന്ധമുള്ള വാർത്തയാണ്. ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ നൽകിയിട്ടുള്ള മാനനഷ്ട കേസിൽ പ്രതിപക്ഷ നേതാവ് മലക്കം മറിഞ്ഞു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഉള്ള ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ഫെബ്രുവരി 6-ന് ഈ വാദം കേൾക്കാൻ പോകുന്നു. കടകംപള്ളി സുരേന്ദ്രൻ VD സതീശനെതിരെ നൽകിയിട്ടുള്ള മാനനഷ്ട കേസിൽ പ്രതിപക്ഷ നേതാവ് മലക്കം മറിഞ്ഞു എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. ഫെബ്രുവരി 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട വാദം കേൾക്കാൻ പോകുന്നു. കഴിഞ്ഞ തവണത്തെ വിചാരണയിൽ VD സതീശൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പല കാര്യങ്ങളും ഉന്നയിച്ചു. ആ പല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ വളച്ചൊടിക്കപ്പെട്ടു എന്നാണ് ഹർജിയിൽ പറയുന്നത്. അപ്പോൾ തെറ്റായ വാർത്തകൾ വാദിയുമായി ബന്ധപ്പെട്ടുള്ളവരോ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുത് എന്നുള്ളതാണ് ആവശ്യം. ഈ ഹർജി പരിഗണിച്ച ശേഷമേ പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടി വാദം കോടതി കേൾക്കുകയുള്ളൂ. ഓർക്കുക, ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ വിറ്റത് ആർക്കാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കണമെന്നുള്ള പ്രസ്താവന അത് VD സതീശൻ നടത്തുകയുണ്ടായി. ആ പ്രസ്താവനയെ തുടർന്നാണ് മാനനഷ്ട കേസ് നൽകിയത്. ശബരിമലയിലെ സംഭവങ്ങൾക്ക് സർക്കാരിനും അന്നത്തെ മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും ഉത്തരവാദിത്തമില്ല എന്നുള്ള അവകാശവാദം ബാലിശവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് എന്നായിരുന്നു VD സതീശന് വേണ്ടി ഹാജരായിട്ടുള്ള അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു വാദിച്ചിരുന്നത്. അന്ന് മന്ത്രി എന്നുള്ള നിലയിൽ കൊള്ള അറിയാതിരുന്നെങ്കിൽ വീഴ്ചയും കൃത്യവിലോപവുമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ക്യാബിനറ്റ് നേരിട്ട് നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പ്രവൃത്തിയിൽ സർക്കാരിന് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നും പ്രതിഭാഗം വാദിച്ചിരിക്കുന്നു. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജയിലിൽ കഴിയുന്ന ആൺ സുഹൃത്തിനെ കാണാനെത്തിയ യുവതി വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവം വലിയ രീതിയിലുള്ള വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ. ഛത്തീസ്ഗഡിലെ റായ്പൂരിലാണ് ഈ സംഭവം നടന്നത്. അവിടെ ആ ജയിലിൽ കഴിയുകയാണ് ഒരാൾ. ആ വ്യക്തിയെ കാണാൻ വേണ്ടി എത്തിയ യുവതി ഒരു വീഡിയോ ചിത്രീകരിക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇത് വലിയ വിവാദങ്ങളിലേക്ക് കടക്കുകയാണ്. റായ്പൂരിലെ സെൻട്രൽ ജയിലിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ സെൻട്രൽ ജയിലിലേക്ക് മൊബൈൽ ഫോണുമായിട്ട് അകത്തേക്ക് കടക്കാൻ യാതൊരു അനുമതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ യുവതി എങ്ങനെ വീഡിയോ എടുത്തു? അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. ഇത് വലിയ ചോദ്യമായിട്ട് വരികയാണ്. വിസിറ്റിംഗ് റൂമിനുള്ളിൽ, സന്ദർശക മുറിക്കുള്ളിൽ ആൺ സുഹൃത്തുമായിട്ട് സംസാരിക്കുന്നതിനിടെ ചിത്രീകരിച്ച വീഡിയോ പിന്നീട് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പങ്കുവയ്ക്കുകയായിരുന്നു. വീഡിയോയിൽ കാണുന്ന തടവുകാരൻ NDPS ആക്ട് കേസിൽ പ്രതിയായ തർക്കേശ്വർ ആണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജയിൽ അധികൃതർ ഈ സംഭവത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. റായ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മുൻപും ഇത്തരത്തിൽ വീഡിയോകൾ പ്രചരിപ്പിക്കപ്പെട്ട കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ജയിലിനകത്ത് സെല്ലിൽ കിടക്കുന്ന ആളെ ഇരുമ്പ് കമ്പികളുടെ പശ്ചാത്തലത്തിൽ പുറമേ നിന്നുള്ള സന്ദർശകർ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് സിനിമകളിലാണ്. മമ്മൂട്ടി ജയിലിൽ കിടക്കുമ്പോൾ ജയഭാരതി കാണാൻ വരുന്നു, പുറമേ നിന്ന് സംസാരിക്കുന്നു, കരഞ്ഞുകൊണ്ട് പോകുന്നു. ഇതൊക്കെ എത്രയോ സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ചിത്രീകരിക്കാൻ ഒരു അവകാശവുമില്ല, അതിനുള്ള അനുവാദവുമില്ല. ഇവിടെ ഇത് എങ്ങനെ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള വാദങ്ങളും വിവാദങ്ങളും പ്രതിവാദങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. റായ്പൂരിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാത 66-ലെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാവാതെ ചുങ്കം പിരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കുരിയാട് പാലം ഉൾപ്പെടുന്ന ഭാഗത്തും കുറ്റിപ്പുറം ഭാഗത്തും ദേശീയപാതയുടെ നിർമ്മാണം വളരെ മന്ദഗതിയിലാണെന്നും ദേശീയപാതയോടനുബന്ധിച്ചുള്ള റോഡുകളുടെ നിർമ്മാണം അനിശ്ചിതമായി നീളുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. വളാഞ്ചേരി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഗതാഗതക്കുരുക്ക് പൊതുജനങ്ങൾക്ക്
വലിയ പ്രയാസമുണ്ടാക്കുന്ന സാഹചര്യത്തിൽ ധൃതി പിടിച്ച ചുങ്കം പിരിക്കാനുള്ള നീക്കം ആർക്ക് വേണ്ടിയാണ്? ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ദേശീയപാത അതോറിറ്റി അടിയന്തരമായിട്ട് പിന്മാറണം. കുറ്റിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനു പുല്ലാനൂരിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. നാഷണൽ ഹൈവേ 66 ഭാഗമായിട്ട് വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് ആരംഭിക്കുകയാണ് എന്നൊരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, അത് നാളെ സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ പറയപ്പെടുന്നത്. ഈ നാഷണൽ ഹൈവേക്കകത്ത്, ഈ ആവരിപ്പാതയ്ക്കകത്ത് മുഴുവൻ പണി പൂർത്തിയാവാതെ, ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പോയാൽ കാണാൻ കഴിയും, കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലം പണി പൂർത്തിയായിട്ടില്ല. അതിന് അവിടെ വാഹനങ്ങൾ നീണ്ട നിരയാണ്. അതേപോലെ കൂരിയാട്, അവിടെ വാഹനങ്ങൾ നീണ്ട നിരയാണ് റോഡ് കയറുന്ന ഭാഗത്ത്. ഇതൊന്നും പൂർത്തിയാവാതെ നമ്മളിന്ന് പണം പിരിക്കാനുള്ള ധൃതി എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതേപോലെ വളാഞ്ചേരിക്കുള്ള അപ്രോച്ച് റോഡ് ഇതുവരെ കഞ്ഞിപ്പുരയിൽ പൂർത്തിയായിട്ടില്ല. വളാഞ്ചേരി ടൗൺ ഗതാഗത കുരുക്കിലാണ്. ഇതൊന്നും പൂർത്തിയാകുന്ന ഇത്രയും വലിയൊരു പദ്ധതി വരുന്നത് എന്തിനാ? ജനങ്ങൾക്ക് സുഖമായി യാത്ര ചെയ്യണം. അപ്പൊ ആ സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും പൂർത്തിയാവാതെ കാശ് പിടിച്ചെടുക്കാനുള്ള ശ്രമം ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ശ്രമിക്കുന്നത്. അതിന് ശക്തമായി പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. പ്രശ്നം ഉയർന്നു വരുന്നു ചെയ്യും. അല്ല, ഇത് പണി മുഴുവൻ പൂർത്തിയായി പരിസരവാസികൾക്ക് എത്രത്തോളം ഇതിൽ ഇളവ് കാര്യങ്ങൾ എല്ലാം കിട്ടുമെന്ന് ബോധ്യപ്പെടുത്തി ജനങ്ങളെ മുകളിലേക്കെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പ്രക്രിയ നടപ്പിലാവണം. അതിന് സർക്കാർ മുൻകൈ എടുത്ത് ഈ പിരിവ് ഉണ്ടെങ്കിൽ അത് നിർത്തിവെപ്പിച്ച് പണി മുഴുവൻ പൂർത്തിയായി മാത്രമേ ഇത്തരത്തിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ കഴിയുള്ളൂ എന്നതാണ് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. അതിൽ ശക്തമായ പരിശോധന ഉയർന്നു വരുന്നു ചെയ്യും എന്ന് മാത്രമാണ് കേസിൽ പറയാനുള്ളത്. സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ ഇടിവുണ്ടായതിനെക്കുറിച്ച് തൊട്ടു മുമ്പ് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 16,295 രൂപ, പവന് 1,30,360 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 13,470 രൂപ, പവന് 1,07,760 രൂപ. വെള്ളി ഗ്രാമിന് 410 രൂപ, കിലോ 4,10,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഈ ഉച്ച സമയത്ത് നല്ല ചൂട് പാറുന്ന ഒരു പ്ലേറ്റ് കുഴിമന്തി കഴിക്കണമെന്ന് വീട്ടിലിരുന്ന് ആഗ്രഹിച്ചാൽ വീട്ടിലിരുന്ന് ഫോൺ ചെയ്താൽ കുഴിമന്തി വീട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയും ഡെലിവറി സംവിധാനവും എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ഏത് ഭക്ഷണവും നമ്മുടെ വീട്ടിലേക്ക് എത്തും. അതേസമയത്ത് ഇഷ്ടപ്പെട്ട മദ്യം ഏത് സമയത്തും വീട്ടിലേക്ക് എത്തുന്നൊരവസ്ഥ ഇതുവരെയും കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ടില്ല, ഇന്ത്യയിലും അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇവിടെ അതൊന്നുമില്ലാതെ തന്നെ കൊടുങ്ങല്ലൂർ, തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ ആ രീതിയിൽ ഇഷ്ടപ്പെട്ട മദ്യം വിളിപ്പുറത്തെത്തുന്നു, ഫോൺ വിളിപ്പുറത്ത് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഒരു ഫോൺ വിളിക്കപ്പുറത്ത് മദ്യം നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന മഹത്തായ സംവിധാനമായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലുണ്ടായിരുന്നത്. അവിടെ ഒരു മിനി ബിവറേജ് തന്നെ നടത്തിയിരുന്നു ഒരാൾ. ആ വ്യക്തിയെ എക്സൈസ് പിടികൂടിയിരിക്കുകയാണ്. മദ്യം ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി നടത്തുന്ന വ്യക്തിയാണ് കൊടുങ്ങല്ലൂർ എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഫോൺ വിളിച്ച് വേണ്ട മദ്യവും അളവും സ്ഥലവും പറഞ്ഞാൽ മതി. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറിയായി മദ്യം വീട്ടിലെത്തിച്ചു തരും. തൃശൂർ അഴീക്കോട് മുനക്കൽ സ്വദേശി കല്യാണി എന്ന ഷിനിലാണ് ഇത്തരത്തിൽ മിനി ബീവറേജ് നടത്തിയിരുന്നത്. സ്കൂട്ടറിലും വീട്ടിലുമായാണ് ഷിനിൽ മദ്യം സൂക്ഷിച്ചിരുന്നത്. എക്സൈസ് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പക്കൽ നിന്നും 72 കുപ്പി മദ്യം പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ ഷിനിലിനെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. മേത്തല അഞ്ചപ്പാലം മുതൽ കോഴിക്കോട് സുനാമി കോളനി വരെയുള്ള സ്ഥലങ്ങളിൽ ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു നൽകിയിരുന്ന ഷിനിൽ ദിവസങ്ങളായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഈ വാർത്ത കണ്ടിട്ട് തൃശ്ശൂർ ഭാഗത്തെ ചേർപ്പിൽ നിന്ന് സുധാകരൻ PK എന്ന ഒരാൾ ഒരു പ്രതികരണം അയച്ചിരിക്കുകയാണ്. ഈ ഷിനിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓമനപ്പേര് കല്യാണി എന്നാണ്. കല്യാണി എന്ന് പറയുന്നത് കേരളത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബിയറിൻ്റെ പേരായിരുന്നു. കല്യാണി എന്ന ബ്രാൻഡുള്ള ആ ബിയർ ഇപ്പോൾ കിട്ടാനില്ല. എന്തായാലും സ്വന്തം പേരിൽ തന്നെ പഴയകാലത്തെ ഒരു മദ്യത്തിൻ്റെ ഓർമ്മ ഒരു ഗൃഹാതുരതയോടുകൂടി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വലിയ സേവനമാണ്, മദ്യപിക്കുന്നവരെ സംബന്ധിച്ചിട്ട് വലിയ സാമൂഹ്യ സേവനമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ആ സാമൂഹ്യ സേവനം നടത്തിയ ആ വ്യക്തിയെ പിടികൂടിയതിൽ മദ്യപർക്കുള്ള എല്ലാ രോഷവും ഇതോടൊപ്പം അറിയിക്കണമെന്ന് സുധാകരൻ PK അറിയിക്കുന്നു. ഔദ്യോഗിക ജീവിതത്തിനിടയിലും കാർഷിക വൃത്തിയിലേറെ താല്പര്യമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ഇടുക്കിയിൽ.
കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായിട്ടുള്ള ആസാദ് തോമസിനെ പരിചയപ്പെടാം. ഇടുക്കി കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ആസാദ് തോമസ് സ്റ്റേഷനിലെ ജോലി സമയം കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലെത്തും. പിന്നീട് നേരമിരുട്ടുവോളം കൃഷിപ്പണികളാണ്. കുരുമുളകും ഏലവും ജാതിയും ഉൾപ്പെടെ എല്ലാത്തര കൃഷികളും ആസാദിന്റെ പറമ്പിലുണ്ടെങ്കിലും ഏറെ താല്പര്യം ജാതി കൃഷിയിലാണ്. ഇടയ്ക്ക് ഇതിൻ്റെ PH ഒന്ന് നോക്കണം. PH എന്ന് പറഞ്ഞാൽ പകുതി നമ്മുടെ കേരളത്തിൽ പകുതി ആൾക്കാർക്കും അറിയത്തില്ല PH എന്നാന്നുള്ളത്. PH എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. അപ്പം ഹൈഡ്രജന് മണ്ണിലെ സ്വാധീനം അത് നോക്കി നമുക്കത് കൂട്ടാനും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. പലരും ഇതിൻ്റെ അകത്ത് കുമ്മായം മാത്രമാണ് ഇടുന്നത്. കുമ്മായം തന്നെ ഇട്ടിട്ട് കാര്യമില്ല. അതേപോലെ നമ്മൾ പച്ചക്കക്കാപ്പൊടി ഇടണം, അതേപോലെ ഡോളോമേറ്റ് ഇടണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയാണ് ജാതി കൃഷി വൻ ലാഭമുള്ളൊരു കൃഷിയാണ്. 35ഓളം ഇനത്തിൽപ്പെട്ട ജാതിമരങ്ങളാണ് ആസാദിന്റെ കൃഷിയിടത്തിലുള്ളത്. റൗണ്ട് ലീഫ്, ഇന്തോനേഷ്യൻ, പാലത്തിങ്കൽ ഗോൾഡ്, നിലമ്പൂർ ജാതി, ആലപ്പുഴ ജാതി ഇങ്ങനെ ഓരോ ഇനവും ഏറെ കായ്ഫലമുള്ളവയാണ്. സ്വന്തമായുള്ള കൃഷിക്ക് പുറമെ ഇവയുടെ എല്ലാ തൈകളും ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നുണ്ട്. കൃഷി ചെലവ് കുറവും പരിപാലിക്കാൻ എളുപ്പവും എന്നതാണ് ജാതി കൃഷിക്ക് താല്പര്യമുണ്ടാവാൻ കാരണമെന്ന് ആസാദ് പറയുന്നു. ഇപ്പോൾ എൻ്റെ ഈ പുറകെ ഇരിക്കുന്ന ഇത് ഇന്തോനേഷ്യയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്ക് തന്ന ജാതിയാണ്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2024 1863 കായും, അതേപോലെ 2025 220 കായും കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു 60 കായ്ക്ക് ഇത് 1 കിലോ കിട്ടുന്നുണ്ട്. അതേപോലെ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു 200 തൊട്ട് 300 കായ്ക്ക് 1 കിലോ ഫ്ലവറും കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടുന്നില്ല, സീസൺ സമയത്ത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് വൻ ലാഭമുള്ളൊരു കൃഷിയാണ്. അതേപോലെ വലിയ മെനക്കേടില്ല. നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒരു ഇത്രയും പൈസ കിട്ടുമ്പോൾ നമ്മളൊരു 500 രൂപ വളം മരുന്നുകൂടെ ഇതിന് ആകെ ചിലവ് വരുന്നുള്ളൂ. 500 രൂപ മുടക്കും നമുക്ക് 20,000 രൂപയോളം ഒരു ജാതിയുടെ ചുവട്ടി നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. മുട്ടത്തോടുകൾ ശേഖരിച്ചും മറ്റു ജൈവവളങ്ങൾ കണ്ടെത്തിയുമാണ് കൃഷി പരിപാലിക്കുന്നത്. ജാതി കൃഷി വീട്ടമ്മമാർക്ക് പോലും നോക്കി നടത്താൻ കഴിയുമെന്നും കർഷകർക്ക് കഴിയുന്നത്ര പ്രോത്സാഹനം നൽകുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് ആസാദ് പറയുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. TP ചന്ദ്രശേഖരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള ജ്യോതി ബാബു ജാമ്യാപേക്ഷ നൽകിയത് പരിഗണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വൃക്ക സംബന്ധമായിട്ടുള്ള രോഗത്തെ തുടർന്ന് ഡയാലിസിസ് അടക്കം നടത്തിവരുന്ന ആളാണ് താൻ എന്നും കിഡ്നി മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജ്യോതി ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ആവശ്യങ്ങൾക്കായി തനിക്ക് ജാമ്യം നൽകണം എന്നുള്ളതാണ് TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള ജ്യോതി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഈ വിഷയം പരിശോധിക്കുന്നതിന് വേണ്ടി, അതിലെ നിജസ്ഥിതി എന്താണ് എന്നറിയുന്നതിന് വേണ്ടി, അത് വസ്തുതാപരമായിട്ടുള്ള ഒന്നാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗത്തെ തുടർന്ന് ഡയാലിസിസ് അടക്കം നടത്തി വരുന്ന ആളാണ് താൻ. അതുകൊണ്ട് കിഡ്നി മാറ്റിവെക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. അതിനായിട്ട് തനിക്ക് ജാമ്യം നൽകണമെന്നാണ് ജ്യോതി ബാബു, TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള ജ്യോതി ബാബു ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത്, സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിന് ഒരു വ്യവസ്ഥയും വെച്ചിട്ടുണ്ട്. 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ബോർഡ് ഈ വ്യക്തിയെ വിശദമായിട്ട് പരിശോധിക്കുകയും ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യേണ്ടതുണ്ടോ, കിഡ്നി മാറ്റിവെക്കേണ്ടതുണ്ടോ, അടിയന്തര സാഹചര്യമാണോ, നിത്യേന ഡയാലിസിസ് നടത്തേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് എന്താണ് എന്ന കാര്യം 7 ദിവസത്തിനകം നൽകാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കിഡ്നി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് മെഡിക്കൽ ബോർഡ് കൃത്യമായിട്ടും തീരുമാനം അറിയിക്കേണ്ടത്. 10 ദിവസത്തിനുള്ളിൽ കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കും. ജ്യോതി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാരും TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ ആയ KK രമ MLAയും ശക്തമായി എതിർത്തിരുന്ന കാര്യം ഓർക്കേണ്ടതുണ്ട് ഈ വാർത്തയോടൊപ്പം. പാലായിൽ നിന്ന് ഒരു ലൈംഗിക പീഡന പരാതി വന്നിരിക്കുകയാണ്. പാലായിൽ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമയായ സ്ത്രീയാണ് ലൈംഗിക പീഡനം ഏറ്റു എന്നുള്ള പരാതി നൽകിയിരിക്കുന്നത് പോലീസിന്. ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പിതാവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വീട്ടിലേർപ്പെടുത്തിയ മെയിൽ നഴ്സ് 2024 രാവിലെ 11 മണിക്ക് ഭർത്താവിൻ്റെ പിതാവിനും
ഈ വ്യാപാര ഉടമയായ സ്ത്രീക്കും വീട്ടിൽ വെച്ച് ഈ മെയിൽ നഴ്സ് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തുവെന്നും ആ ജ്യൂസ് കഴിച്ച് മയക്കത്തിൽപ്പെട്ട തന്നെ ഈ മെയിൽ നഴ്സ് ശാരീരികമായി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും ആണ് പരാതി നൽകിയിരിക്കുന്നത്. 2024 ഈ സംഭവം നടന്നത്. അതിനുശേഷം താൻ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയതോടുകൂടി വലിയ ട്രോമയിലേക്ക് പോയി എന്നും അതിൻ്റെ വലിയ മാനസിക ആഘാതത്തിലായിരുന്നുവെന്നും ഇപ്പോൾ അതിൽ നിന്ന് മുക്തമായ പശ്ചാത്തലത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നുമാണ് വ്യാപാര സ്ഥാപനത്തിൻ്റെ ഉടമയായ ആ സ്ത്രീ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന പരാതി. പാലാ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ ഭർത്താവിൻ്റെ ഒരു സുഹൃത്തും തന്നെ സമാനമായ രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാ പോലീസ് കേസെടുത്തിരിക്കുന്നു. പ്രതികൾ ഒളിവിലാണ് നിലവിൽ. ഈ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചുവെന്നാണ് പാലാ ഡിവൈഎസ്പി കെ സദൻ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കേരളത്തിൽ LDFന് മൂന്നാം ഭരണമുണ്ടാകുമെന്ന് CPI നേതാവ് ബിനോയ് വിശ്വം അവകാശപ്പെടുന്നു. CPIഎമ്മിനെ കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ കാത്തു സൂക്ഷിക്കും. LDFനുള്ളിൽ എല്ലാ വിഷയങ്ങളിലും ഐക്യം മാത്രമാണുള്ളത്. അപൂർവം 1-2 പേര് മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ളത്. പോകുന്നവരെ മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. വരുന്നവരെ കാണുന്നില്ലേ? അദ്ദേഹം ചോദിച്ചു. CPIക്ക് വേണ്ടി UDF എപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുന്നത് അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണെന്നും ബിനോയ് വിശ്വം പറയുന്നു. ബിനോയ് വിശ്വത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ് ഇത്. അത് നേരത്തെ ഇന്ന് സമാനമായ രീതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശശി തരൂരിനെ കുറിച്ച് പറയുകയുണ്ടായി. ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ UDFൻ്റെ ഒപ്പം കോൺഗ്രസിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കും, താൻ എന്നും പാർട്ടിക്കൊപ്പമാണ്, പാർട്ടിയുടെ കൂടെ ഉണ്ടാകുമെന്നതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത് തരൂർ എന്ന് പറയുന്നത് വിശ്വപുരുഷനായിട്ടുള്ള ലോകമെങ്ങും ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയത്തിലേക്ക് പോകാൻ പോകുന്ന UDFനെ മുന്നിൽ നിന്ന് നയിക്കുന്ന വലിയ സാന്നിധ്യമായിരിക്കും, അതിലെന്താ സംശയം എന്ന് പറഞ്ഞതുപോലെ തന്നെ സമാനമായ രീതിയിൽ ബിനോയ് വിശ്വം LDFനെ സംബന്ധിച്ചിട്ട് തുടർഭരണം, അത് മൂന്നാം ഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് CPIയും CPIഎമ്മും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന സഖാത്വത്തിൻ്റെ പാർട്ടികളാണ് എന്ന് മാത്രമല്ല, CPIഎമ്മിനെ CPI എന്താ ചെയ്യാൻ പോകുന്നത്? കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തു സൂക്ഷിക്കുമെന്ന് കാവ്യാത്മകമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങളിലും ഐക്യം മാത്രമാണ് LDFിലുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. ചിലരൊക്കെ 1-2 പേര് മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ളത്. പോകുന്നവരെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ, വരുന്നവരെ കാണുന്നില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, ഈ UDFന് വേറെ പണിയൊന്നുമില്ലേ ഞങ്ങളെ ക്ഷണിക്കാൻ? ഞങ്ങൾക്ക് വേണ്ടി വാതിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുക എന്ന് എപ്പോഴും പറയുന്നത് എന്തിനാ എന്നും ബിനോയ് വിശ്വം ചോദിക്കുന്നു. ഉറപ്പാണ് മൂന്നാം മഴ ഉണ്ടാകും LDFിൻ്റെ അകത്ത് ഒന്നിനെ പറ്റിയ തർക്കങ്ങളില്ല. ഇപ്പോൾ PMC അടക്കം എല്ലാത്തിനെ പറ്റിയും ഐക്യം മാത്രമേ ഉള്ളൂ. തൽക്കാലം ഇല്ല. CPM കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാണ്. CPI പോലെ തന്നെ CPIയും CPM ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണികളും ഘടകങ്ങളും. അതുകൊണ്ട് ആ CPM ബന്ധം ഇന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ കേരളത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും അത് CPIയും CPMഉം കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുരക്ഷിക്കുമെന്നും ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആയിരിക്കുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വസതിയിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചും ആരോഗ്യമേഖല സ്തംഭിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടും അതിനെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ വസതിയിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. ആ മാർച്ച് അക്രമാസക്തമാവുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത് പോലീസ് ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ മുള്ളൂർക്കരയിൽ ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു. മുള്ളൂർക്കര സ്വദേശി ഉസ്മാൻ എന്ന ആളാണ് മരിച്ചത്. വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ മൂന്നാറിലെ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടക്കും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് ഇത് ഗുണം ചെയ്യുമെന്ന് ദേവികുളം മുൻ MLAയും BJP നേതാവുമായ S രാജേന്ദ്രൻ പറഞ്ഞു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ 60ാമത് ബ്രാഞ്ചാണ് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം മുൻ MLA S രാജേന്ദ്രനും പങ്കെടുക്കും. തോട്ടമേഖലയിലെ തൊഴിലാളികൾക്ക് ഗുണകരമായ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് S രാജേന്ദ്രൻ പറഞ്ഞു. സെൻട്രൽ ഹൗസിംഗ് സ്കീമുകൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയാണ്
ഇൻഷുറൻസ് കവർ ചെയ്യുന്ന അക്കൗണ്ട്സ് ഉണ്ട്, ഫിക്സഡ് മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് വിശദമായി അതിൻ്റെ നോട്ടീസും മറ്റു കാര്യങ്ങളുമുണ്ട്. എന്നാൽ തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് അവർക്ക് തിരിച്ചടക്കാൻ പറ്റിയ അളവിലേക്കുള്ള കപ്പാസിറ്റി ഉള്ള ഒരു വായ്പകൾ അവർക്ക് കൊടുക്കാൻ പറ്റും. 2-3 ലക്ഷം രൂപയൊക്കെ കൊടുക്കാൻ പറ്റും. ഒരു 3 മാസത്തിനുള്ളിൽ വായ്പ കൊടുക്കാനുള്ള നിലയിലേക്ക് സംഘം എത്തും. CPIMൽ നിന്ന് S. രാജേന്ദ്രൻ BJPയിലെത്തിയ ശേഷം പങ്കെടുക്കുന്ന ഈ പരിപാടിക്ക് ഏറെ രാഷ്ട്രീയമാനമുണ്ടെന്നാണ് വിലയിരുത്തൽ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തൃശൂർ കുറ്റൂർ നൈതലക്കാവ് പൂരത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ച് കോടതി. കുറ്റൂർ സ്വദേശി അരുൺ എന്ന രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികളായ വിപിൻ, സുമേഷ് എന്നിവർക്ക് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. 2010-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. മുൻ വൈരാഗ്യത്തിൻ്റെ പേരിൽ പ്രതികൾ രഞ്ജിത്തിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കുറ്റൂർ സുധാകരൻ കൊലക്കേസിനെ തുടർന്നുണ്ടായ കേസിൽ അവസാനം നടന്നതാണ് അരുൺ എന്ന രഞ്ജിത്തിൻ്റെ കൊലപാതകം. സുധാകരൻ്റെ സഹോദരപുത്രനാണ് അരുൺ. വിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 30 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 18 തൊണ്ടി മുതലുകളും ഹാജരാക്കിയിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് ആ ആരോപണങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് CPIMൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ ജീവന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. തൻ്റെ ജീവൻ അപകടത്തിലാണ്, ജീവൻ സംരക്ഷണം വേണം, തനിക്ക് സുരക്ഷ വേണം, ഭീതിയിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർത്തിയ വി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം എഴുതുന്ന പുസ്തകത്തിലെ വിവരങ്ങൾ വിവാദമായിരുന്നു. അത് പാർട്ടി നേതാക്കളെ അടക്കം വലിയ രീതിയിൽ വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ നൽകുകയുണ്ടായി. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, TP ചന്ദ്രശേഖരൻ കൊലക്കേസിനെ കുറിച്ച് പരോക്ഷമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് KK രമ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും MLAയുമായിട്ടുള്ള KK രമ കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായി, സൂക്ഷിക്കുക, TP ചന്ദ്രശേഖരന് സംഭവിച്ചതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, വി കുഞ്ഞികൃഷ്ണൻ കരുതിയിരിക്കേണ്ടി വരുമെന്നൊക്കെ KK രമ സൂചിപ്പിക്കുകയുണ്ടായി. പ്രതിപക്ഷവും ആ രീതിയിൽ, VD സതീശൻ പ്രതിപക്ഷ നേതാവും ആ രീതിയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സംരക്ഷണം തേടിക്കൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പോലീസിൻ്റെ സംരക്ഷണം തനിക്ക് വേണമെന്നാണ് വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഭീഷണി താൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം തൻ്റെ വീടിൻ്റെ പരിസരത്ത്, വീടിന് മുന്നിൽ, മതിലിന് മുന്നിൽ CPIM പ്രവർത്തകർ ഒരുമിച്ച് ചേർന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഭീഷണി മുഴക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നുള്ള കാര്യം അടക്കം ഈ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ഹൈക്കോടതിയോട് തനിക്ക് പോലീസിൻ്റെ സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ ചികിത്സയിലായിരുന്ന ആന ചെരിഞ്ഞു. ചോയ്സൻസ് ഗണപതി എന്നു പേരുള്ള ആനയാണ് ചെരിഞ്ഞത്. എരണ്ടക്കെട്ടിനെ തുടർന്ന് 45 ദിവസത്തിലധികമായി ഈ ആന ചികിത്സയിലായിരുന്നു. 55 വയസ്സായിരുന്നു. ഇന്ത്യ ന്യൂസിലൻഡ് 2020 പരമ്പരയിലെ അവസാന മത്സരം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നാളെ നടക്കാനിരിക്കെ പ്ലേയിങ് 11-ൽ എന്തൊക്കെ മാറ്റമുണ്ടാകുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. വിശാഖപട്ടണത്ത് നടന്ന 4-ാം 2020-ൽ 50 റൺസിൻ്റെ കനത്ത തോൽവി വഴങ്ങിയ പശ്ചാത്തലത്തിൽ കാര്യവട്ടത്തെ 2020-ൽ ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റമുണ്ടാകുമോ എന്നാണ് ആരാധകർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നേരിയ പരിക്ക് മൂലം 4-ാം 2020-ൽ വിശ്രമം അനുവദിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ടീമിൽ തിരിച്ച് എത്തിയാൽ സഞ്ജു സാംസൺ പുറത്താകുമോ എന്ന് പലരും വിചാരപ്പെടുന്നുണ്ട്. പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളിൽ ഒരു ഗോൾഡൻ ഡക്ക് ഉൾപ്പെടെ 16 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാൻ കഴിഞ്ഞത്. വിശാഖപട്ടണത്ത് നടന്ന 4-ാം 20-ൽ 15 പന്തിൽ 24 റൺസ് അടിച്ച് നല്ല തുടക്കമിട്ടു എങ്കിലും വലിയ സ്കോറൊന്നും നേടാൻ കഴിയാതെ പോയതും പുറത്തായ രീതിയുമെല്ലാം കാര്യവട്ടത്ത് സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉയർത്തുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ ഹോം ഗ്രൗണ്ടിൽ ഇന്ത്യൻ കുപ്പായത്തിൽ സഞ്ജു സാംസൺ മികച്ച ഇന്നിംഗ്സ് പുറത്തെടുക്കുമെന്നും ലോകകപ്പിന് മുൻപ് ഫോം വീണ്ടെടുക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് സഞ്ജു സാംസനെ ഇഷ്ടപ്പെടുന്നവർ.
മത്സരത്തിൻ്റെ മുഴുവൻ ടിക്കറ്റുകളും ഇതിനോടകം വിറ്റുപോയി എന്നുള്ള കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം ഓർക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് IPL രാജസ്ഥാൻ റോയൽസിൻ്റെ ഒപ്പം സഞ്ജു സാംസന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുപ്പക്കാരനായ ഒരു വ്യക്തി നിശിതമായ ഭാഷയിൽ സഞ്ജു സാംസനെ വിമർശിച്ചിട്ടുണ്ട്. ഫോം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും കളിപ്പിച്ചിട്ട് ഇനിയും ഫോം ഉണ്ടോ എന്ന് പരിശോധിക്കുകയല്ല വേണ്ടത്, പുറത്തിരുത്തുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ന്യൂസിലൻഡിനെതിരായിട്ടുള്ള 2020 പരമ്പരയിലെ അവസാന മത്സരം കളിക്കാൻ തിരുവനന്തപുരത്തെത്തിയ സഞ്ജു സാംസന്റെ വരവ് ആഘോഷമാക്കിക്കൊണ്ടാണ്, നേതൃത്വം നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സഞ്ജുവിനൊപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സൂര്യകുമാർ യാദവ് സഞ്ജുവിന് വഴിയൊരുക്കിയാണ് ആരാധകരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചത്. ചേട്ടനെ ആരും ശല്യം ചെയ്യരുതെന്നും ഫോട്ടോ എടുക്കരുതെന്നും സൂര്യകുമാർ യാദവ് മലയാളത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെത്തിയപ്പോൾ എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇത്തവണത്തെ വരവ് വളരെ സ്പെഷ്യലാണ് എന്നായിരുന്നു സഞ്ജുവിൻ്റെ മറുപടി. സൂര്യയുടെ പ്രകടനം കണ്ട് സഞ്ജുവും സുരക്ഷാ ഉദ്യോഗസ്ഥരുമൊക്കെ ചിരിക്കുകയും ചെയ്തുവെന്ന് സഞ്ജുവും സൂര്യകുമാർ യാദവും തമ്മിലുള്ള സംസാരം ഒക്കെ BCCI അവരുടെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ ദർശനം നടത്തി. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിലെ അവസാന മത്സരത്തിനായി തിരുവനന്തപുരത്ത് എത്തിയതാണ് ഇന്ത്യൻ ടീം. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരത്തിനായി കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ ഇന്ത്യൻ താരങ്ങൾ രാവിലെ 9 മണിയോടെയാണ് ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, കുൽദീപ് യാദവ്, രവി ബിഷ്ണോയ്, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി, റിങ്കു സിംഗ് എന്നിവരടക്കമുള്ള താരങ്ങളാണ് ക്ഷേത്ര ദർശനത്തിനെത്തിയത്. കേരളത്തിൻ്റെ പരമ്പരാഗത വസ്ത്രമായ മുണ്ടും മേൽമുണ്ടും ധരിച്ചാണ് താരങ്ങൾ ദർശനത്തിനെത്തിയത്. ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത തൊട്ടു മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർത്തിയ CPIഎമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവായ V കുഞ്ഞികൃഷ്ണൻ ജീവന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചതാണ് ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. തൻ്റെ ജീവൻ അപകടത്തിലാണ്, ജീവന് സംരക്ഷണം വേണം, പോലീസിൽ നിന്ന് സംരക്ഷണം വേണമെന്ന് V കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിയിൽ അഭ്യർത്ഥന നൽകിയിരിക്കുന്നു. തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമുണ്ട്, പോലീസ് സുരക്ഷ വേണ്ടിയിരിക്കുന്നു, അത്രമേൽ ഭീതിതമായ അവസ്ഥയിലാണ്. ഈ പറയുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിന് ശേഷം തൻ്റെ ജീവന് ഭീഷണിയുണ്ട്, തൻ്റെ കുടുംബത്തിന് ഭീഷണിയുണ്ട്. തൻ്റെ വീടിൻ്റെ പരിസരത്ത് CPIഎം പ്രവർത്തകർ വലിയ രീതിയിൽ ആക്രോശം മുഴക്കിക്കൊണ്ട് പടക്കം പൊട്ടിക്കുകയും മറ്റും ചെയ്തിരുന്നു. നേരത്തെ TP ചന്ദ്രശേഖരൻ്റെ ഗതി വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്നുള്ള കാര്യം KK രമ V കുഞ്ഞികൃഷ്ണനോട് സൂചിപ്പിച്ചിരുന്നു. V കുഞ്ഞികൃഷ്ണൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഇറങ്ങുകയുണ്ടായി. ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ CPI നേതാക്കൾക്കെതിരെ വിമർശനം ഉയർത്തുന്നതാണ്. അതുകൊണ്ട് ആ വിമർശനങ്ങളിൽ CPIഎം എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാവുന്ന രീതിയിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള രീതിയിലൊക്കെ വിമർശനമുണ്ടായിരിക്കുന്നു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജീവന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് V കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയിൽ അദ്ദേഹം ഹർജി നൽകിയിരിക്കുന്നു. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉയർത്തിയതിന് ശേഷം തന്നെ കൂട്ടം ചേർന്ന് വേട്ടയാടുകയാണ് എന്നും ഒറ്റപ്പെടുത്തുകയാണെന്നും സാമൂഹ്യമായ വിലക്കിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുമൊക്കെ V കുഞ്ഞികൃഷ്ണൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ തൻ്റെ ജീവന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. V കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് പയ്യന്നൂർ ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി പ്രത്യക്ഷപ്പെട്ട ഫ്ലക്സ് ബോർഡുകളൊക്കെ കൂട്ടത്തോടെ നശിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ V കുഞ്ഞികൃഷ്ണൻ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില ഫ്ലക്സുകളൊക്കെ അവിടെ വരുന്നുണ്ട്. V കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ചില ഫ്ലക്സുകൾ വരുന്നു. മുന്നോട്ടേക്ക് നീങ്ങുക എന്നുള്ള രീതിയിൽ ഉള്ള ഫ്ലക്സുകൾ വരുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ പോലീസ് സംരക്ഷണം തേടിക്കൊണ്ട് ഹർജി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളൂർ ലോക്കലിലെ കിഴക്കുംപാട് ഭാഗത്ത് V കുഞ്ഞികൃഷ്ണൻ അനുകൂലമായിട്ടുള്ള ഫ്ലക്സൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഫ്ലക്സും തകർക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള ആരോപണം മറുഭാഗത്ത് വരുന്നുണ്ട്. തൻ്റെ ജീവൻ വലിയ രീതിയിലുള്ള ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് പോലീസിൻ്റെ സംരക്ഷണം വേണം എന്നാണ് ഇപ്പോൾ V കുഞ്ഞികൃഷ്ണൻ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമ്മൾക്ക് സംസ്ഥാന ബജറ്റിനെ കുറിച്ചുള്ളൊരു വിശകലനം കാണാം. സ്പെഷ്യൽ റെസ്പോൺസ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൃത്യമായും പ്രതിഫലിച്ച ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരെയും തഴുകിയും തലോടിയുമുള്ള ബഡ്ജറ്റ്.
സർക്കാരിൻ്റെ സമയത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തവർ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പണിമുടക്കിയവർ, അങ്ങനെ തുടങ്ങി എല്ലാവരെയും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അവർക്കൊക്കെ ആശ്വാസം പകർന്ന് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. ആശാ വർക്കർമാർ, സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ, ഒപ്പം സർക്കാർ ജീവനക്കാർ, DA പ്രശ്നം, ശമ്പള വർധന, അങ്ങനെ തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ ഈ സർക്കാരിൻ്റെ സമയത്ത് ഉയർന്നു വന്നെങ്കിലും ആ വിഷയങ്ങളൊക്കെ തന്നെ ഈ ബഡ്ജറ്റിലൂടെ ഫലം കാണുന്ന തരത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ സമരം ഏകദേശം 200 ദിവസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാം കണ്ടതാണ്. രാഷ്ട്രീയത്തിനുമപ്പുറം അവരുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഒക്കെ നടത്തിയ ആ സമരം ആദ്യഘട്ടത്തിൽ സർക്കാർ പോലും അവഗണിച്ച് തള്ളിയെങ്കിലും പിന്നീട് ആ സമരം ഓരോ ദിവസവും ശക്തി പ്രാപിച്ച് ഉയർന്നു പൊങ്ങുന്ന കാഴ്ച കണ്ടു. പക്ഷേ അന്നൊന്നും ഒരു പ്രഖ്യാപനം പോലും ഈ സർക്കാർ നടത്തിയില്ല അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ. പക്ഷേ അത് ബഡ്ജറ്റിൽ 1000 രൂപയായി ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെറിയൊരാശ്വാസം അവർക്ക് ലഭിക്കുമെങ്കിലും ആ 1000 രൂപയ്ക്ക് പിന്നിൽ ആ 1000 രൂപ നൽകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അത് സഹായകരമായി മാറും എന്നുള്ളത് ഉറപ്പുമാണ്. ആ വഴിക്ക് അങ്ങനെ ആശാ വർക്കർമാരിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന പ്രതിഷേധത്തെ ചെറിയ തോതിൽ തണുപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒപ്പം നിർത്തുക എന്നുള്ളതായിരുന്നു. അതിന് കൃത്യമായൊരു നീക്കം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി, അല്ലെങ്കിൽ ധനമന്ത്രിയുടെ രാഷ്ട്രീയം അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വേറൊരു തരത്തിൽ വ്യക്തമാണ്. അതായത് DA കഴിഞ്ഞ കുറേ നാളുകളായി കിട്ടാനുള്ള DA കുടിശ്ശിക നൽകാൻ എടുത്ത തീരുമാനം, വിവിധ സംഘടനകൾ, NGO യൂണിയൻ്റെ ഭരണപക്ഷ സംഘടനകളും പ്രതിപക്ഷ സംഘടനകളുമൊക്കെ ഒരുപോലെ ആവശ്യപ്പെട്ടതായിരുന്നു DA കുടിശ്ശിക. ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ ആദ്യ കുടിശ്ശികയും ആദ്യ ഘട്ടവും മാർച്ചോടുകൂടി മുഴുവൻ കുടിശ്ശികയും നൽകുമെന്ന് പറയുമ്പോൾ അത് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ആശ്വാസം വലുതാണ് എന്ന് അവരുടെ സംഘടനകൾ തന്നെ പറയുന്നു. പക്ഷേ പ്രതിപക്ഷ സംഘടനകളും അതിനോടൊപ്പം ചേർന്ന് കൈയടിക്കുകയാണ്. കാരണം അവരെല്ലാം ആവശ്യപ്പെടുന്നത് DA വർധനയായിരുന്നു. പക്ഷേ അതിനുമപ്പുറം ഒരു പടി കൂടി കടന്നവർ കുറേ നാളുകളായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമായിരുന്നു ശമ്പള വർധന. അതിനുവേണ്ടി 12ാം ശമ്പള വർധന കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശമ്പള കമ്മീഷൻ പഠിക്കുന്നതിന് വേണ്ടി 3 മാസം സമയം, അതായത് തിരഞ്ഞെടുപ്പിനും വളരെ മുമ്പേ തന്നെ ശമ്പള കമ്മീഷൻ്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തപ്പെടും. അതും ആശ്വാസം പകരുന്നു സർക്കാർ ജീവനക്കാർക്ക്. ഇങ്ങനെ തുടങ്ങി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിക്ക് ജയിക്കുവാൻ പ്രാപ്തമായ തരത്തിൽ വോട്ട് ഏതെല്ലാം ഭാഗത്തുനിന്ന് കിട്ടുമോ ആ ഭാഗത്തെയെല്ലാം വലിയ തരത്തിൽ സഹായിക്കുന്ന രീതിയിലുള്ളൊരു നീക്കം ധനമന്ത്രിക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം അതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ആണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പുതിയതായി ഒരു പ്രഖ്യാപനവും നടന്നിട്ടില്ല. രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന കൂടിയുണ്ട്. ഇതൊരു രാഷ്ട്രീയ ബഡ്ജറ്റാണ്, അതല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ബഡ്ജറ്റ് എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ വലിയ തരത്തിലുള്ള ആരോപണം. പക്ഷേ ആ ആരോപണങ്ങൾ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് സമർത്ഥിക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പെൻഷൻ പദ്ധതിയുടെ കാര്യത്തിലാണ് അവർ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി പറഞ്ഞു വെക്കുന്നത്. കാരണം അഷുറൻസ് പെൻഷൻ പദ്ധതി നേരത്തെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത് അതിൻ്റെ പുനഃപ്രഖ്യാപനം ഒരിക്കൽ കൂടി അത് പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു പുതുമയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പെൻഷൻ പദ്ധതിയുടെ പിന്നിലെ രാഷ്ട്രീയം അതിന് പുതുമയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും. അങ്ങനെ ഓരോ കാര്യങ്ങളെയും അതിൻ്റേതായ രീതിയിൽ എതിർക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നു. പക്ഷേ അതുകൊണ്ടുള്ള നേട്ടം വലിയ തരത്തിലാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ഇടതു സർക്കാരും ധനവകുപ്പും ധനമന്ത്രിയും ഒക്കെ ശ്രമിക്കുന്നുമുണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളുടെ വികസനങ്ങൾക്ക് വേണ്ടി വലിയ തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് വിഹിതം അല്ലെങ്കിൽ ഒരു തുക ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനം, അവരുടെ ഊരുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉന്നതികളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള റോഡുകളുടെ പ്രശ്നം, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ കുടിവെള്ള പ്രശ്നം, അവരുടെ പാർപ്പിട പ്രശ്നം, അവരുടെ അല്ലെങ്കിൽ അവർ വന്യജീവികളുമായി അവർ നേരിടുന്ന അല്ലെങ്കിൽ അവരും വന്യജീവികളുമായി ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷം വഴി നഷ്ടപ്പെടുന്ന ജീവനുകളുടെ പ്രതിസന്ധി, ഇപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ബഡ്ജറ്റിൽ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് ആ മേഖലയിൽപ്പെട്ട അല്ലെങ്കിൽ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ തരത്തിൽ പ്രയോജനം ചെയ്യും, ഗുണം ചെയ്യും. പക്ഷേ ഇത് എത്ര കണ്ട്
ഈ ബഡ്ജറ്റിൽ വരുന്ന കാര്യങ്ങൾ ഉടൻ നടപ്പാകും അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കപ്പെടും എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരണം. ആ മന്ത്രിസഭ വരുമ്പോഴേക്കും മറ്റൊരു ബഡ്ജറ്റുമായി വരുമോ, അങ്ങനെയാണെങ്കിൽ ആ ബഡ്ജറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമായിട്ടുണ്ട്. എന്തായാലും എല്ലാ മേഖലകളെയും തൊടുമ്പോഴേക്കും ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബഡ്ജറ്റിൽ എന്തായാലും വോട്ട് കൂട്ടുക അല്ലെങ്കിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകൾക്ക് പിന്നിലുണ്ടാവും. അത്തരത്തിൽ ഒരു നീക്കവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം സമസ്ത മേഖലയെയും തൊട്ടു തലോടിയിരിക്കുന്നു എന്ന് പറയാം. കാരണം പാചക തൊഴിലാളികൾക്ക് കൂലി വർധനയുണ്ട്, അങ്ങനെ തുടങ്ങി ആരോഗ്യ മേഖലയിൽ എല്ലാവർക്കും പരിരക്ഷ നൽകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ആരോഗ്യ മേഖലയിൽ സഹായം, അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് പദ്ധതികൾ, അതുപോലെ സഹകരണ മേഖലയിലുള്ള ആളുകൾക്ക് മെഡിസപ്പ് പോലുള്ള പദ്ധതി, അങ്ങനെ എല്ലാ മേഖലകളിലെയും വോട്ടുകളെ സമാഹരിച്ചൊപ്പം നിർത്തുന്നതിന് വേണ്ടി കൃത്യമായൊരു നീക്കം ധനമന്ത്രിയുടെ ബഡ്ജറ്റിലൂടെ നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിൽ ഒരു പുതുമയുമില്ല, അത് വെറും ഒരു രാഷ്ട്രീയ ബഡ്ജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ബഡ്ജറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് മത്സരിക്കാൻ തയ്യാറാണോ എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ വെല്ലുവിളിയോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നത് അതിനൊന്നും മറുപടി പറയാൻ താനില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു 20 കാർഡ് AKG സെന്ററിൽ നിന്നും ഒരു 10 കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രമേ കാണുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ്. അതിനിങ്ങനെ എന്നെ തൊട്ടിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പൊ ഇതിലൊന്നും ഞാൻ വീഴൂല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം. എനിക്ക് അതിൽ തർക്കമില്ല. കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃകയാണ് എന്ന് ഇക്കണോമിക് സർവേ പരാമർശിച്ചതിനെക്കുറിച്ച് വിമർശകർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് എക്സൈസ് മന്ത്രി MB രാജേഷ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ്. രാജീവ് ചന്ദ്രശേഖർ BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലാണ് ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സമൂഹത്തെയാകെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയും അവർക്ക് ഭക്ഷണം, ആരോഗ്യം, അടിസ്ഥാന രേഖകൾ, വീട് എന്നിവ ലഭ്യമാക്കിയിട്ടുമുള്ള ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന് എക്കണോമിക് സർവേ പ്രശംസിച്ചിരിക്കുകയാണ്. പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്ന വാദത്തിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ ഇങ്ങനെയൊരു പ്രശംസയെ എക്കണോമിക് സർവേ നടത്തിയിട്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ച് കിടക്കാനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടിയാണ്. കൊല്ലത്ത് പാർട്ടി മാറിയതിന്റെ പേരിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. വയനാട് സ്വദേശി രതീഷിനെ ആക്രമിച്ച കേസിലാണ് കണ്ടച്ചിറ സ്വദേശി രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. വയനാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതി രതീഷിനെ അസഭ്യം പറഞ്ഞു. തുടർന്ന് അവിടെ നിന്ന് ബൈക്കിൽ കയറിപ്പോയ ഇയാളെ പ്രതി ബൈക്കിൽ പിന്തുടർന്ന് മുക്കുളം കവലയിൽ തടഞ്ഞു. അവിടെ വെച്ച് തടഞ്ഞു നിർത്തി കത്തിയെടുത്ത് കുത്തുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ രതീഷിൻ്റെ തോളിൽ കത്തി കൊണ്ട് പരിക്കേറ്റു. തുടർന്ന് രതീഷ് നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്തു. പിന്നാലെ പ്രതിയെ റിമാൻഡും ചെയ്തു. ആലപ്പുഴ ചെന്നിത്തലയിൽ ആളില്ലാത്ത വീട്ടിൽ നടന്നത് വലിയ കവർച്ച. 25 പവൻ സ്വർണവും ലാപ്ടോപ്പും മറ്റുപകരണങ്ങളും എല്ലാം കവർന്നു. ചെന്നിത്തല സ്വദേശി ജോസ് എന്ന ആളുടെ വീട്ടിലായിരുന്നു കവർച്ച. ജോസും കുടുംബവും ബന്ധുവീട്ടിൽ പോയപ്പോഴായിരുന്നു സംഭവം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കേളകത്ത് പിക്കപ്പ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. കൊട്ടിയൂർ കണ്ടപ്പനം സ്വദേശി അരുൺ എന്ന ആളാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. മലപ്പുറം എടക്കരയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. എടക്കര സ്വദേശി കുഞ്ഞി മുഹമ്മദാണ് മരിച്ചത്. രോഗിയുമായി പോവുകയായിരുന്ന ഇന്നോവ കാറാണ് ഇടിച്ചത്. മകനെ
സ്കൂളുകളിൽ എത്തിച്ച ശേഷം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയായിരുന്നു അപകടം. തൃശൂർ ഗുരുവായൂർ തെക്കേനടയിൽ ബൈക്ക് അപകടത്തിൽ യുവതി മരിച്ചു. വെളിയങ്കോട് സ്വദേശി റസീനയാണ് മരിച്ചത്. ഭർത്താവിനൊപ്പം ഗുരുവായൂരിലെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റസീനയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റ ഭർത്താവ് റഫീഖ് ചികിത്സയിലാണ്. തൃശൂർ പന്നിത്തടം സെന്ററിൽ ലോറികൾ കൂട്ടിയിടിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്ന് ഓക്സിജൻ സിലിണ്ടറുകളുമായി വന്ന ലോറിയും കേച്ചേരി ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഇവിടെ 1 ഡസനിലധികം അപകടങ്ങൾ നടന്നിട്ടുണ്ട്. സിഗ്നൽ സംവിധാനം പകൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്നുള്ള പരാതിയുണ്ട്. ഈ അപകടം നടന്നപ്പോഴും സിഗ്നൽ പ്രവർത്തിച്ചിരുന്നില്ല. അപകടത്തിൽ ഡ്രൈവർമാരിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്കൊന്ന് പോകാം. അവിടെ കിടത്തി ചികിത്സ നിലച്ചിട്ട് 8 മാസം പിന്നിടുകയാണ്. ഇടുക്കിയുടെ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും അധികം ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രം. 2004 മുതൽ കിടത്തി ചികിത്സ ആരംഭിച്ച സാമൂഹികാരോഗ്യ കേന്ദ്രം കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ഏകാശ്രയമായിരുന്നു. പതിറ്റാണ്ടുകളോളം മെച്ചപ്പെട്ട സേവനം ലഭിച്ചിരുന്ന കഞ്ഞിക്കുഴി CHC കോവിഡിനോടനുബന്ധിച്ച് കിടത്തി ചികിത്സ നിർത്തലാക്കിയെങ്കിലും പിന്നീട് പുനരാരംഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുൻപ് ഒരാഴ്ചത്തെ പരിശീലനത്തിന് പോകണമെന്ന കാരണത്താൽ മെഡിക്കൽ ഓഫീസർ കിടത്തി ചികിത്സ ഒഴിവാക്കി. IP വിഭാഗം പൂട്ടിയ ശേഷം പിന്നീട് ആരംഭിച്ചില്ല. 25ഓളം IP ബെഡുകൾ ഉണ്ടായിരുന്നു അവിടെ. എന്നാൽ ഈ കോവിഡിന് ശേഷം അടുത്ത കാലത്ത് മാസങ്ങൾക്ക് മുമ്പ് പേരിന് മാത്രം IP വന്ന് 2-3 പേരെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥിതിയായി. അത് കഴിഞ്ഞ് അതും നിർത്തി. ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിലത്രയും വലുപ്പമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആദിവാസി ഗിരിജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ വേറെ ചികിത്സാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും വളരെയേറെ വിഷമത്തിലാണ്. ഇപ്പോൾ ഈവനിങ് കൗണ്ടർ എന്ന പേരിൽ 6 മണി വരെ വെച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു കാല് ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ചെന്നാൽ പോലും ഒരു പനിയായിട്ട് ചെല്ലുന്നവർക്ക് മരുന്നില്ലാത്ത അവസ്ഥയാണ്. ആശുപത്രിയുടെ മേൽനോട്ട ചുമതലയുള്ള ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നാണ് പരാതി. നിലവിൽ കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരുമുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 1 ഡോക്ടർ മാത്രമാണ് ഉണ്ടാവുക. ഇതുമൂലം രോഗികൾക്ക് കാര്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. വൈകിട്ട് 6 മണി വരെ OP ഉണ്ടാകുമെന്ന് പറയുമ്പോഴും പല ദിവസങ്ങളിലും വേണ്ടത്ര സേവനം ലഭിക്കുന്നില്ലെന്നാണ് മറ്റൊരു പരാതി. കഞ്ഞിക്കുഴി CHCയിൽ അടിയന്തരമായി കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സന്നിധാനത്ത് വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ SIT. പരിശോധന ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അളവ് തിട്ടപ്പെടുത്താൻ എത്ര സ്വർണം ബാക്കിയുണ്ടെന്ന് പരിശോധിക്കും. സന്നിധാനത്തെ പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിക്കും. VSSCയിൽ തന്നെ പരിശോധന നടത്താൻ നീക്കം. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണമുന്നയിച്ച വി കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയിൽ. ഹർജി പോലീസ് സംരക്ഷണം തേടി ജീവന സംരക്ഷണം വേണമെന്നും ആവശ്യം. പുസ്തക പ്രകാശന ചടങ്ങിൽ സംരക്ഷണം വേണമെന്നും കുഞ്ഞികൃഷ്ണൻ. TP ചന്ദ്രശേഖർ കൊലക്കേസ് പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും കോടതി 10 ദിവസത്തിനുള്ളിൽ കേസ് വീണ്ടും പരിഗണിക്കും. നിർദ്ദേശം കിഡ്നി മാറ്റിവെക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട സമർപ്പിച്ച ഹർജിയിൽ. കോഴിക്കോട് മാളിക്കടവിൽ യുവതിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി വൈശാഖിനുമായി തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പ് മാളിക്കടവിലെ ഐഡിയൽ ഇൻഡസ്ട്രിയിൽ കൊലപാതകത്തിൽ കുറ്റബോധമുണ്ടെന്നും കൃത്യം നടത്തിയത് ഭാര്യയ്ക്ക് അറിയാമെന്നും പ്രതി. കൊലപാതകത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ പുറത്തുവന്നത് യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റുന്ന CCTV ദൃശ്യങ്ങൾ. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട 1-ാം പ്രതി പൾസർ സുനി ഹൈക്കോടതിയിൽ. അപ്പീൽ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട സുനിയടക്കം 4 പ്രതികളും കോടതിയിൽ. വിശ്വസനീയമായ തെളിവുകൾ തനിക്കെതിരെയില്ലെന്ന പൾസർ സുനി. ദൃശ്യം ചിത്രീകരിച്ചെന്ന് പറയുന്ന ഫോൺ കണ്ടെടുക്കാനായില്ലെന്നും വാദം.
ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ സ്വാഭാവിക ജാമ്യം തേടി കൂടുതൽ പ്രതികൾ. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ജാമ്യാപേക്ഷ നൽകി. അപേക്ഷ നൽകിയത് കൊല്ലം വിജിലൻസ് കോടതിയിൽ. നീക്കം റിമാൻഡിലായി 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതോടെ. SIR-ൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും അപേക്ഷ സമർപ്പിക്കാനും സമയം ഇന്ന് തീരും. ഇതുവരെ പേര് ചേർക്കാൻ അപേക്ഷിച്ചത് 11 ലക്ഷത്തോളം പേർ. 37 ലക്ഷത്തിലധികം പേർ രേഖകൾ ഹാജരാക്കണം. ഹിയറിംഗും പരിശോധനയും ഫെബ്രുവരി 14 വരെ. ഇതുവരെ പുറത്തായത് 9868 പേർ. ഇന്ത്യ ന്യൂസിലൻഡ് അവസാന T20 നാളെ തിരുവനന്തപുരത്ത്. മത്സരം രാത്രി 7 മണിക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ആരാധകരുടെ ശ്രദ്ധാകേന്ദ്രമായി സഞ്ജു സാംസൺ. ഇരു ടീമുകളും ഇന്ന് പരിശീലനത്തിനിറങ്ങും. വിശദമായ വാർത്തയിലേക്കാണ്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അളവ് തിട്ടപ്പെടുത്താൻ വീണ്ടും ശാസ്ത്രീയ പരിശോധന നടത്താൻ SIT. ഇതിനായി സന്നിധാനത്തെ പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിക്കും. VSSCയിൽ പരിശോധിക്കാനാണ് നീക്കം. സാമ്പിൾ ശേഖരിക്കാനും ശാസ്ത്രീയ പരിശോധന നടത്താനും ഹൈക്കോടതിയുടെ അനുമതി തേടും. വിവരങ്ങളുമായി D ബിനോയ് ആണ് ചേരുന്നത്. D ബിനോയ്, എന്തായാലും ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ അളവ് തിട്ടപ്പെടുത്താൻ വീണ്ടും ഒരു ശാസ്ത്രീയ പരിശോധന നടത്താൻ തന്നെയാണ് SIT സംഘത്തിന്റെയും തീരുമാനം. എങ്ങനെയാണ് മറ്റു കൂടുതൽ വിവരങ്ങൾ? പ്രത്യേക അന്വേഷണ സംഘത്തിന് VSSCയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞൻ നൽകിയ മൊഴിയിൽ ഈ ശബരിമല സ്വർണ്ണപ്പാളിയിൽ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇത് മൊഴിയായി നൽകുകയും ചെയ്തു. ഒപ്പം ഇതിന്റെ ഗുണമേന്മ കുറഞ്ഞതാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് വീണ്ടും സ്വർണ്ണപ്പാളികൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ സാമ്പിളുകൾ ശേഖരിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വീണ്ടും VSSCയിൽ തന്നെ ഈ സാമ്പിളുകൾ പരിശോധിക്കും. ഇതിനായി ഹൈക്കോടതിയുടെ അനുമതി വേണം. നാളെയോടുകൂടി തന്നെ ഹൈക്കോടതിയുടെ അനുമതിക്കായി നീക്കം നടത്തുമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ തൂക്കം, അതായത് ശബരിമല ശ്രീകോവിലിലെ കട്ലപ്പാളിയിലെ സ്വർണം പൂശിയതും ഒപ്പം ദ്വാരപാല വിഗ്രഹത്തിൽ സ്വർണം പൂശിയതിലും നൽകിയിരിക്കുന്ന സ്വർണത്തിന്റെ അളവും ഇപ്പോൾ പരിശോധിച്ചപ്പോൾ കിട്ടിയ സ്വർണത്തിന്റെ അളവും തമ്മിൽ വ്യത്യാസമുള്ള സാഹചര്യത്തിലാണ് വീണ്ടും ഒരു പരിശോധനയിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന അളവിനേക്കാൾ ഏകദേശം 100 ഗ്രാമിലധികം കുറവാണ് ഇപ്പോൾ രണ്ട് വസ്തുക്കളിലും കാണപ്പെടുന്നത്. ഇതാണ് SITയിൽ വലിയ തരത്തിലുള്ള സംശയം ഉളവാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ഉടൻ തന്നെ ഇത് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഇത് VSSCയിൽ തന്നെ പരിശോധിച്ച് വളരെ വേഗത്തിൽ ഇതിന്റെ റിപ്പോർട്ട് സ്വീകരിക്കാനാണ് ഇപ്പോൾ നീക്കങ്ങൾ നടത്തുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ ശബരിമല സന്നിധാനത്ത് നിന്നും 1999 നടക്കി വെച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ച് ഒരു സംശയം ഉയർന്നു വന്നിരുന്നു. പക്ഷേ പരിശോധനയിൽ ആ സ്വർണ്ണപ്പാളികൾ ഇപ്പോൾ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് ഈ സ്വർണ്ണപ്പാളികൾ ആരാണ് നടക്കി വെച്ചത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ സ്വർണ്ണപ്പാളികൾ സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതും ഒപ്പം അതിന്റെ ഗുണമേന്മ കുറഞ്ഞതും പ്രത്യേക അന്വേഷണ സംഘത്തിൽ വലിയ തരത്തിലെ സംശയം ഉളവാക്കിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ അളവ് കണ്ടെത്തിയിരുന്നത്. എന്നാൽ ആ അളവിൽ നിന്നാണ് ഇപ്പോൾ വ്യത്യാസം കാണുന്നത്. ഇത് വലിയ തരത്തിലുള്ള സംശയം അന്വേഷണ സംഘത്തിൽ ജനിപ്പിച്ചിരിക്കുന്നു. മാത്രവുമല്ല, മറ്റൊരു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ SITയുടെ അന്വേഷണം ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ തൊണ്ടി മുതലിൽ വലിയ തരത്തിലുള്ള ഒരു വ്യത്യാസം കാണുന്നത്. പ്രത്യേകിച്ചും ഈ സ്വർണ്ണപ്പാളിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വർണ്ണപ്പാളിയിൽ പൂശിരിക്കുന്ന സ്വർണത്തിൽ ഉണ്ടായിരിക്കുന്ന ഗുണമേന്മയിലെ കുറവ്, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ഈ സ്വർണം പൂശാനായി കൊണ്ടുപോയിരുന്നത്. അവിടെ വെച്ച് എന്തെങ്കിലും തരത്തിലെ കൃത്രിമം നടത്തിയിട്ടുണ്ടോ, അതോ ആ കൃത്രിമം നടത്തിയതിനു ശേഷം സ്വർണം മറിച്ചു വിറ്റോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ തരത്തിലുള്ള സംശയം നിലനിൽക്കുന്നു. ഈ സംശയം കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറാവുന്നത്. ശാസ്ത്രീയ പരിശോധനയുടെ ഭാഗമായി
വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുള്ള ഉദ്യോഗസ്ഥർ സന്നിധാനത്ത് എത്തിച്ചേരും. സന്നിധാനത്തെത്തി സാമ്പിളുകൾ ശേഖരിക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലുള്ള വസ്തുക്കളായതുകൊണ്ട് തന്നെ ഇതിന് തന്ത്രിയുടെ അനുമതി കൂടി വേണം. തന്ത്രിയുടെ അനുമതിക്കായി ദേവസ്വം ബോർഡ് വഴി ഈ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ സമീപിക്കും. ആ അനുമതി കൂടി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. എന്നാൽ പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ അല്ലെങ്കിൽ ശബരിമല സന്നിധാനത്ത് നഷ്ടമായ സ്വർണം പൂർണ്ണതോതിൽ കണ്ടെത്തുവാൻ ഇതുവരെയായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ശരി, വ്യക്തമാണ്. വിവരങ്ങൾ പങ്കുവച്ചത് ഡി ബിനോയിയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിനെ ചോദ്യം ചെയ്ത പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലുള്ള ജയറാമിന്റെ വീട്ടിലെത്തിയായിരുന്നു ചോദ്യം ചെയ്തത്. ചെന്നൈയിൽ പാളികളെത്തിച്ച പൂജ നടത്തിയിരുന്ന ദൃശ്യങ്ങളിൽ ജയറാമും ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കേസിൽ ജയറാമിനെയും ചോദ്യം ചെയ്തത്. കേസിൽ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ പൂജകൾക്കായി വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ശബരിമലയിൽ ദർശനത്തിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെട്ടതെന്നും ജയറാം SITക്ക് മൊഴി നൽകി. സ്വർണം പൂശാനായി സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ എത്തിച്ച ശേഷം പൂജയിൽ പങ്കെടുത്തിരുന്നു. അതല്ലാതെ ഏതെങ്കിലും ഒരു തരത്തിൽ സാമ്പത്തിക ഇടപാടുകളോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കില്ലെന്നും തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ജയറാം SITയോട് വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ. സ്വാഭാവിക ജാമ്യം തേടിയാണ് ഹർജി. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾക്ക് അവകാശമുണ്ട്. ഇതോടെയാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയിലെ 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം തേടി സുധീഷ് കുമാർ ഹർജി സമർപ്പിച്ചത്. ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച നടിയെ ആക്രമിച്ച കേസിലെ പ്രതി 1-ാം പ്രതി പൾസർ സുനി അടക്കം 4 പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികൾക്കും 20 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. സുനിക്ക് പുറമെ മാർട്ടിൻ ആന്റണി, ബി മണികണ്ഠൻ, VP വിജീഷ് എന്നിവരാണ് കോടതിയെ സമീപിച്ച മറ്റ് പ്രതികൾ. നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് കാണിച്ചാണ് പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. വിശ്വസനീയമായ തെളിവുകൾ തനിക്കെതിരെ ഇല്ലെന്നാണ് സുനിയുടെ വാദം. കേസിലെ നിർണായകമായ തെളിവുകളില്ലെന്നാണ് ഈ ഫോൺ. പാർട്ടിയെയും നേതാക്കളെയും നിശബ്ദമാക്കി വിമർശിച്ച CPMൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പ്രായോക്താക്കളാക്കി CPM നേതാക്കൾ മാറിയെന്നും അവരെക്കുറിച്ച് പഠിച്ചാൽ ഒരു പ്രബന്ധം തന്നെ തയ്യാറാകുമെന്നും പുസ്തകത്തിൽ പറയുന്നു. തീവെട്ടിക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ നേതൃത്വം സംഘടനാ തത്വങ്ങൾ പ്രയോഗിക്കുന്നു. CPM വെറും തിരഞ്ഞെടുപ്പ് പാർട്ടിയായി മാറി. CPMനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതാക്കാൻ നേതൃത്വത്തിന് സ്വാധീനിച്ചുവെന്നും പുസ്തകത്തിൽ വിമർശനമുണ്ട്. ഫെബ്രുവരി 4-ന് പയ്യന്നൂരിലാണ് പുസ്തക പ്രകാശനം നടക്കുക. 16 അധ്യായങ്ങളിലായി 96 പേജുകളുള്ള പുസ്തകം നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നുണ്ട്. പയ്യന്നൂർ MLA TA മധുസൂദനെയും പേരെടുത്ത് വിമർശിക്കുന്നുണ്ട്. പയ്യന്നൂരിലെ പാർട്ടി നന്നാവണമെങ്കിൽ TA മധുസൂദൻ ആദ്യം നന്നാവണമെന്നും ഞാനാണ് പാർട്ടി എന്നതാണ് അയാളുടെ രീതിയെന്നും പുസ്തകത്തിലുണ്ട്. നേതാക്കൾ തെറ്റ് ചെയ്താൽ മിണ്ടരുതെന്ന അനുഭാവങ്ങൾ പഠിപ്പിച്ചുവെന്നും ഈ വി കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിൽ പറയുന്നു. അതേസമയം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയിൽ ഹർജി നൽകി. ജീവന സംരക്ഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ കുഞ്ഞികൃഷ്ണന്റെ വീടിനു മുന്നിൽ CPMകാർ പ്രകടനം നടത്തി. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ എത്തിയതിന് പിന്നാലെയാണ് കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്.
കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുഞ്ഞികൃഷ്ണന്റെ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഈ വെളിപ്പെടുത്തൽ ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കുഞ്ഞികൃഷ്ണന്റെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടു പിന്നാലെ എന്തായാലും കുഞ്ഞികൃഷ്ണന്റെ പേരടിച്ചുകൊണ്ടുള്ള ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു, ഭീഷണി സന്ദേശം എത്തുന്നുവെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് തനിക്ക് സംരക്ഷണം ഉറപ്പാക്കണം അല്ലെങ്കിൽ സംരക്ഷണം വേണം എന്നൊരാവശ്യവുമായി ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തി പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ പോലീസ് സംരക്ഷണം തേടി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു. ജീവന സംരക്ഷണം വേണമെന്നതാണ് ഹർജിയിലെ ആവശ്യം. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു പിന്നാലെ കുഞ്ഞികൃഷ്ണന്റെ വീടിനു മുന്നിൽ CPM-കാർ പ്രകടനം നടത്തിയിരിക്കുന്നു. നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ എത്തിയതിനു പിന്നാലെയാണ് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത്. TP ചന്ദ്രശേഖർ കൊലക്കേസ് പ്രതി ജ്യോതി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകി സുപ്രീം കോടതി. കിഡ്നി സംബന്ധമായ രോഗത്തെ തുടർന്ന് ഡയാലിസിസ് അടക്കം നടത്തി വരുന്നയാളാണെന്നും കിഡ്നി മാറ്റിവെക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജ്യോതി ബാബു സുപ്രീം കോടതിയെ സമീപിച്ചത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കിഡ്നി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് മെഡിക്കൽ ബോർഡ് തീരുമാനം അറിയിക്കേണ്ടത്. 10 ദിവസത്തിനുള്ളിൽ കോടതി കേസ് വീണ്ടും പരിഗണിക്കും. ജ്യോതിബാബുവിന്റെ ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാരും TPയുടെ ഭാര്യ KK രമ MLAയും ശക്തമായി എതിർത്തിരിക്കുന്നു. കോഴിക്കോട് തിരുവമ്പാടിയിൽ K മുരളീധരനായി പോസ്റ്റർ. K മുരളീധരന് മലയോര മണ്ണിലേക്ക് സ്വാഗതമെന്ന ആലേഖനം ചെയ്ത പോസ്റ്ററാണ് സ്ഥാപിച്ചത്. തിരുവമ്പാടി തിരിച്ചുപിടിക്കാൻ മതേതരത്തിന്റെ കാവലാളെന്നതാണ് പോസ്റ്ററിന്റെ പ്രധാന തലക്കെട്ട്. തിരുവമ്പാടി മണ്ഡലം വെച്ച് മാറുന്നതിനുള്ള നീക്കം നടന്നുവെന്ന രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെട്ടത്. അതേസമയം മുന്നണിയിൽ ഇത്തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നതാണ് തിരുവമ്പാടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സിറാജുദ്ദീൻ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ മുസ്ലിം ലീഗിന്റെ സീറ്റായ തിരുവമ്പാടിയിൽ മുന്നണി ആരെ തീരുമാനിച്ചാലും അവരെ പിന്തുണയ്ക്കുമെന്നും സിറാജുദ്ദീൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ബജറ്റിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. വോട്ട് അക്കൗണ്ടിന് പകരം സമ്പൂർണ്ണ ബജറ്റാണ് ഇടത് സർക്കാർ അവതരിപ്പിച്ചത്. പ്രഖ്യാപനങ്ങൾ എത്ര കണ്ട് പ്രവർത്തനമാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത്. D ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൃത്യമായും പ്രതിഫലിച്ച ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരെയും തഴുകിയും തലോടിയുമുള്ള ബഡ്ജറ്റ്. സർക്കാരിൻ്റെ സമയത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്തവർ, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പണിമുടക്കിയവർ, അങ്ങനെ തുടങ്ങി എല്ലാവരെയും ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അവർക്കൊക്കെ ആശ്വാസം പകർന്ന് മുന്നോട്ട് കൊണ്ടുപോയ ഒരു ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു നിർത്താം. ആശാ വർക്കർമാർ, സ്കൂളുകളിലെ പാചക തൊഴിലാളികൾ, ഒപ്പം സർക്കാർ ജീവനക്കാർ, DA പ്രശ്നം, ശമ്പള വർധന, അങ്ങനെ തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ ഈ സർക്കാരിൻ്റെ സമയത്ത് ഉയർന്നു വന്നെങ്കിലും ആ വിഷയങ്ങളൊക്കെ തന്നെ ഈ ബഡ്ജറ്റിലൂടെ ഫലം കാണുന്ന തരത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യമായി പറഞ്ഞാൽ ആശാ വർക്കർമാരുടെ സമരം ഏകദേശം 200 ദിവസത്തിലധികം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാം കണ്ടതാണ്. രാഷ്ട്രീയത്തിനുമപ്പുറം അവരുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ഒക്കെ നടത്തിയ ആ സമരം ആദ്യഘട്ടത്തിൽ സർക്കാർ പോലും അവഗണിച്ച് തള്ളിയെങ്കിലും പിന്നീട് ആ സമരം ഓരോ ദിവസവും ശക്തി പ്രാപിച്ച് ഉയർന്നു പൊങ്ങുന്ന കാഴ്ച കണ്ടു. പക്ഷേ അന്നൊന്നും ഒരു പ്രഖ്യാപനം പോലും ഈ സർക്കാർ നടത്തിയില്ല അവരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ. പക്ഷേ അത് ബഡ്ജറ്റിൽ 1000 രൂപയായി ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചെറിയൊരാശ്വാസം അവർക്ക് ലഭിക്കുമെങ്കിലും ആ 1000 രൂപയ്ക്ക് പിന്നിൽ ആ 1000 രൂപ നൽകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അത് സഹായകരമായി മാറും എന്നുള്ളത് ഉറപ്പുമാണ്. ആ വഴിക്ക് അങ്ങനെ ആശാ വർക്കർമാരിൽ നിന്ന് ഉയർന്നു വന്നിരുന്ന പ്രതിഷേധത്തെ ചെറിയ തോതിൽ തണുപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരെ ഒപ്പം നിർത്തുക എന്നുള്ളതായിരുന്നു. അതിന് കൃത്യമായൊരു നീക്കം
ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി, അല്ലെങ്കിൽ ധനമന്ത്രിയുടെ രാഷ്ട്രീയം അത് കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വേറൊരു തരത്തിൽ വ്യക്തമാണ്. അതായത് DA കഴിഞ്ഞ കുറേ നാളുകളായി കിട്ടാനുള്ള DA കുടിശ്ശിക നൽകാൻ എടുത്ത തീരുമാനം, വിവിധ സംഘടനകൾ, NGO യൂണിയൻ്റെ ഭരണപക്ഷ സംഘടനകളും പ്രതിപക്ഷ സംഘടനകളും ഒക്കെ ഒരുപോലെ ആവശ്യപ്പെട്ടതായിരുന്നു DA കുടിശ്ശിക. ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ ആദ്യ കുടിശ്ശികയും ആദ്യ ഗഡുവും മാർച്ചോടുകൂടി മുഴുവൻ കുടിശ്ശികയും നൽകുമെന്ന് പറയുമ്പോൾ അത് സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ആശ്വാസം വലുതാണ് എന്ന് അവരുടെ സംഘടനകൾ തന്നെ പറയുന്നു. പക്ഷേ പ്രതിപക്ഷ സംഘടനകളും അതിനോടൊപ്പം ചേർന്ന് കൈയടിക്കുകയാണ്. കാരണം അവരെല്ലാം ആവശ്യപ്പെടുന്നത് DA വർധനയായിരുന്നു. പക്ഷേ അതിനുമപ്പുറം ഒരു പടി കൂടി കടന്ന് അവർ കുറേ നാളുകളായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യമായിരുന്നു ശമ്പള വർധന. അതിനുവേണ്ടി 12ാം ശമ്പള വർധന കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശമ്പള കമ്മീഷൻ പഠിക്കുന്നതിന് 3 മാസം സമയം, അതായത് തിരഞ്ഞെടുപ്പിനും വളരെ മുമ്പേ തന്നെ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തപ്പെടും. അതും ആശ്വാസം പകരുന്നു സർക്കാർ ജീവനക്കാർക്ക്. ഇങ്ങനെ തുടങ്ങി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുമുന്നണിക്ക് ജയിക്കുവാൻ പ്രാപ്തമായ തരത്തിൽ വോട്ട് ഏതെല്ലാം ഭാഗത്തുനിന്ന് കിട്ടുമോ ആ ഭാഗത്തെയെല്ലാം വലിയ തരത്തിൽ സഹായിക്കുന്ന രീതിയിലുള്ളൊരു നീക്കം ധനമന്ത്രിക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം അതിന് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് ആണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പുതിയതായി ഒരു പ്രഖ്യാപനവും നടന്നിട്ടില്ല. രാഷ്ട്രീയ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന കൂടിയുണ്ട്. ഇതൊരു രാഷ്ട്രീയ ബഡ്ജറ്റാണ്, അതല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി തയ്യാറാക്കിയ ബഡ്ജറ്റ് എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ വലിയ തരത്തിലുള്ള ആരോപണം. പക്ഷേ ആ ആരോപണങ്ങൾ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് സമർത്ഥിക്കാനും ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പെൻഷൻ പദ്ധതിയുടെ കാര്യത്തിലാണ് അവർ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി പറഞ്ഞു വെക്കുന്നത്. കാരണം അഷുറൻസ് പെൻഷൻ പദ്ധതി നേരത്തെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞത് അതിൻ്റെ പുനഃപ്രഖ്യാപനം ഒരിക്കൽ കൂടി അത് പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു പുതുമയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ പെൻഷൻ പദ്ധതിയുടെ പിന്നിലെ രാഷ്ട്രീയം അതിന് പുതുമയില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ഈ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും. അങ്ങനെ ഓരോ കാര്യങ്ങളെയും അതിൻ്റേതായ രീതിയിൽ എതിർക്കുവാൻ കോൺഗ്രസ് തയ്യാറാകുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നു. പക്ഷേ അതുകൊണ്ടുള്ള നേട്ടം വലിയ തരത്തിലാണ് എന്ന് പറഞ്ഞു വയ്ക്കാൻ ഇടതു സർക്കാരും ധനവകുപ്പും ധനമന്ത്രിയും ഒക്കെ ശ്രമിക്കുന്നുമുണ്ട്. എങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ അടിസ്ഥാന വർഗങ്ങളുടെ വികസനങ്ങൾക്ക് വേണ്ടി വലിയ തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് വിഹിതം അല്ലെങ്കിൽ ഒരു തുക ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ചും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനം, അവരുടെ ഊരുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉന്നതികളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള റോഡുകളുടെ പ്രശ്നം, അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ കുടിവെള്ള പ്രശ്നം, അവരുടെ പാർപ്പിട പ്രശ്നം, അവരുടെ അല്ലെങ്കിൽ അവർ വന്യജീവികളുമായി അവർ നേരിടുന്ന അല്ലെങ്കിൽ അവരും വന്യജീവികളുമായി ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ആ സംഘർഷം വഴി നഷ്ടപ്പെടുന്ന ജീവനുകളുടെ പ്രതിസന്ധി. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ ഈ ബഡ്ജറ്റിൽ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് ആ മേഖലയിൽപ്പെട്ട അല്ലെങ്കിൽ ആദിവാസി മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വലിയ തരത്തിൽ പ്രയോജനം ചെയ്യും, ഗുണം ചെയ്യും. പക്ഷേ ഇത് എത്ര കണ്ട് ഈ ബഡ്ജറ്റിൽ വരുന്ന കാര്യങ്ങൾ ഉടൻ നടപ്പാകും അല്ലെങ്കിൽ എങ്ങനെ നടപ്പാക്കപ്പെടും എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരണം. ആ മന്ത്രിസഭ വരുമ്പോഴേക്കും മറ്റൊരു ബഡ്ജറ്റുമായി വരുമോ, അങ്ങനെയാണെങ്കിൽ ആ ബഡ്ജറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനകത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമായിട്ടുണ്ട്. എന്തായാലും എല്ലാ മേഖലകളെയും തൊടുമ്പോഴേക്കും ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ബഡ്ജറ്റിൽ എന്തായാലും വോട്ട് കൂട്ടുക അല്ലെങ്കിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകൾക്ക് പിന്നിലുണ്ടാവും. അത്തരത്തിൽ ഒരു നീക്കവും ഈ ബഡ്ജറ്റിൽ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം സമസ്ത മേഖലയെയും തൊട്ടു തലോടിയിരിക്കുന്നു എന്ന് പറയാം. കാരണം പാചക തൊഴിലാളികൾക്ക് കൂലി വർധനയുണ്ട്, അങ്ങനെ തുടങ്ങി ആരോഗ്യ മേഖലയിൽ എല്ലാവർക്കും പരിരക്ഷ നൽകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ആരോഗ്യ മേഖലയിൽ സഹായം, അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് പദ്ധതികൾ, അതുപോലെ സഹകരണ മേഖലയിലുള്ള ആളുകൾക്ക് മെഡിസപ്പ് പോലുള്ള പദ്ധതി, അങ്ങനെ എല്ലാ മേഖലകളിലെയും വോട്ടുകളെ സമാഹരിച്ചൊപ്പം നിർത്തുന്നതിന് വേണ്ടി കൃത്യമായൊരു നീക്കം ധനമന്ത്രിയുടെ ബഡ്ജറ്റിലൂടെ നടത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിൽ ഒരു പുതുമയും ഇല്ല, അത് വെറും ഒരു രാഷ്ട്രീയ ബഡ്ജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ബഡ്ജറ്റിനെ ചൊല്ലിയുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ശക്തി പ്രാപിക്കും എന്നുള്ളത് ഉറപ്പാണ്. കേരളത്തിൽ LDF-ന് മൂന്നാം ഭരണം ഉണ്ടാകുമെന്ന് CPI നേതാവ്
ബിനോയ് വിശ്വം CPM-നെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുസൂക്ഷിക്കും. LDF-നുള്ളിൽ എല്ലാ വിഷയങ്ങളിലും ഐക്യം മാത്രമാണ് ഉള്ളതെന്നും അപൂർവം 1-2 പേര് മാത്രമാണ് പാർട്ടിയിൽ നിന്ന് പോയിട്ടുള്ളതെന്നും പോകുന്നവരെ മാത്രമാണ് നിങ്ങൾ കാണുന്നത്, വരുന്നവരെ കാണുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. CPIക്ക് വേണ്ടി UDF വാതിൽ തുറന്നിട്ടിരിക്കുന്നു, അവർക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPIയും ഉറപ്പാണ് മൂന്നാം മഴ ഉണ്ടാകും LDF-ന്. LDF-ന്റെ അകത്ത് ഒന്നിനെ പറ്റി തർക്കങ്ങളില്ല. ഇപ്പോൾ PMC അടക്കം എല്ലാത്തിനെ പറ്റിയും ഐക്യം മാത്രമേ ഉള്ളൂ. തൽക്കാലം ഇല്ല. CPM കേരളത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടികൾ ഒന്നാണ്. CPI പോലെ തന്നെ CPIയും CPM ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണികളും ഘടകങ്ങളും. അതുകൊണ്ട് ആ CPM ബന്ധം ഇന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ കേരളത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്നും അത് CPIയും CPM-ഉം കണ്ണിലെ കൃഷ്ണമണിയെ പോലെ കാത്തുരക്ഷിക്കുന്നു ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. നേമത്ത് മത്സരിക്കാമോ എന്ന ശിവൻകുട്ടിയുടെ വെല്ലുവിളിയോട് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതൊന്നും മറുപടി പറയാൻ താനില്ലെന്നും ദിവസം തനിക്കെതിരെ 10 കാർഡ് ഇറക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. ശിവൻകുട്ടി വലിയൊരു ആളാണ്, അദ്ദേഹം നല്ല സംസ്കാരവും നിലവാരവുമുള്ള ഒരു ആളാണ്, തനിക്ക് അത്രയും നിലവാരവും സംസ്കാരവും ഇല്ലെന്നും സതീശൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു 20 കാർഡ് AKG സെന്ററിൽ നിന്നും ഒരു 10 കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. നെഗറ്റീവ് ആണെങ്കിലും നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രമേ കാണുള്ളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ്. അതിനിങ്ങനെ എന്നെ തൊട്ടിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പൊ ഇതിലൊന്നും ഞാൻ വീഴൂല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരവും ഉള്ള ആളാണ് അദ്ദേഹം. എനിക്ക് അതിൽ തർക്കമില്ല. കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ ദേശീയ മാതൃകയെന്ന ഇക്കണോമിക് സർവേ പരാമർശിച്ചതിൽ എന്താണ് വിമർശകർക്ക് പറയാനുള്ളതെന്ന ചോദ്യവുമായി എക്സൈസ് മന്ത്രി MP രാജേഷ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പബ്ലിസിറ്റി സ്റ്റണ്ട് എന്നാണ് ഇതിനെ അധിക്ഷേപിച്ചത്. ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും MP രാജേഷ് ചോദിച്ചു. കേന്ദ്ര ബജറ്റിൽ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തിയിട്ട് കാര്യമില്ല എന്നതാണ് ഇതുവരെയുള്ള അനുഭവങ്ങളും തിരഞ്ഞെടുപ്പും വർഷമായതിൽ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ എന്നും അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരളത്തിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിദാരിദ്ര്യമുക്തമായി കേരളം പ്രഖ്യാപിച്ച ദിവസം പത്രസമ്മേളനം നടത്തി അധിക്ഷേപിച്ചത് ഇത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ. BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച ഇക്കണോമിക് സർവേയിലാണ് ഇത് രാജ്യത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സമൂഹത്തെയാകെ പങ്കാളികളാക്കിക്കൊണ്ടുള്ള അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തിയും അവർക്ക് ഭക്ഷണം, ആരോഗ്യം, അടിസ്ഥാന രേഖകൾ, വീട് എന്നിവ ലഭ്യമാക്കിയിട്ടുമുള്ള ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഒരു ദേശീയ മാതൃകയാണ് എന്ന് എക്കണോമിക് സർവേ പ്രശംസിച്ചിരിക്കുകയാണ്. പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്ന വാദത്തിൽ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ ഇങ്ങനെയൊരു പ്രശംസയെ എക്കണോമിക് സർവേ നടത്തിയിട്ടില്ല എന്ന മട്ടിൽ കണ്ണടച്ച് കിടക്കാനാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇത് കേരളത്തിൽ അതിദാരിദ്ര്യമുക്ത പ്രവർത്തനത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്ത എല്ലാവർക്കുമുള്ള മറുപടിയാണ്. തൃശൂർ മറ്റത്തൂരിൽ കോൺഗ്രസിന് വീണ്ടും BJP പിന്തുണ. വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സംഘം മിനി ടീച്ചറെ BJP അംഗങ്ങൾ പിന്തുണച്ചു. 11 വോട്ടുകളുമായി LDF-ഉം UDF-ഉം തുല്യത പാലിച്ചതോടെ ടോസിലൂടെയാണ് മിനി ടീച്ചറെ വിജയിച്ചത്. 2 കോൺഗ്രസ് അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ 4 BJP അംഗങ്ങൾ കോൺഗ്രസിനെ പിന്തുണച്ചു. പാർട്ടി എന്ത് തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കുമെന്നും വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ പറഞ്ഞു. നേരത്തെ BJP പിന്തുണയിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഭരണസമിതിയിലേക്ക് വിജയിച്ചത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പിന്നാലെ KPCC നേതൃത്വം ഇടപെട്ട വൈസ് പ്രസിഡന്റ് നൂർ ഷാജഹാൻ നവാസ് രാജി വച്ചത്. തുടർന്ന് വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു. ദൈവത്തിന്റെ ഒരു ഒപ്പുകൊണ്ടാണ് ഞാനിപ്പോൾ വൈസ് പ്രസിഡന്റ്. നമ്മൾ പാർട്ടിയിലാണ്. ഞാൻ പാർട്ടിക്ക് അനുസൃതമായിട്ട് ചെയ്യുന്നതാണ്. ഇന്നും പാർട്ടിക്കാരാണ്. ഞങ്ങളുടെ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു ആ പാർട്ടിക്ക് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Kavita Gold and Diamonds, the versatile jewelry.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 15,640 രൂപ. പവൻ 1,25,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 12,930 രൂപ. പവൻ 1,03,440 രൂപ. വെള്ളി ഗ്രാമിന് 395 രൂപ. കിലോ 3,95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. ഇടവേള. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് ടിവി. ഹ്യൂറിക്സാ? അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. 4 വർഷം വാറന്റി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ട് ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടിവി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടിവി ബൈ CJ സ്മാർട്ട്. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുകണം. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മാർ ടവർ ബിൽഡിംഗ്, മണ്ണാടിയാർ ലെയിൻ, തൃശൂർ. സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. India's biggest futuristic and vibrant fusion festival is back. The Summit of Future 2026. നമ്മുടെ ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി. അതെ, വിഷയം ഫ്യൂച്ചറാണ്. വരൂ, കാണൂ, കേൾക്കൂ. The Summit of Future 2026. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിന്റ് ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ, പെയിന്റ് ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ചാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിഷേധം അവിടെ നടക്കുന്നത്. ശബരിമലയിൽ SIT അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ചും ഇപ്പോൾ മാർച്ച് അവിടെ നടക്കുകയാണ്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കലിൽ വച്ച് പോലീസ് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. സംഘർഷത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ അവിടെ സംഘർഷം നടക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്.
പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചെന്നാരോപിച്ച കേന്ദ്ര സർക്കാരിനെതിരെയും PCയെ നോക്കുകുത്തിയാക്കി എന്നാരോപിച്ച ശബരിമല SIT അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ചുമായിരുന്നു മാർച്ച്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കലിൽ വച്ച പോലീസുകാർ തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നത്. സംഘർഷത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് സംഭവ സ്ഥലത്ത് നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. കഴിഞ്ഞ 10 വർഷമായി മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയ്ക്ക് LDF സർക്കാർ അർഹമായ പരിഗണനയാണ് നൽകിയിട്ടുള്ളതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ. ഇതിന്റെ തുടർച്ചയ്ക്കായാണ് ഇക്കുറി ബജറ്റിൽ ജില്ലയ്ക്ക് പ്രാമുഖ്യം നൽകിയിട്ടുള്ളതെന്നും ചിറ്റേം ഗോപകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് അർഹമായ പ്രാതിനിധ്യമാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാറാണ്. എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് അർഹമായ പ്രാതിനിധ്യം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷം ഈ ജില്ലയ്ക്ക് പ്രത്യേക പരിഗണനയാണ് LDF ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. ഈ 6ാമത് ബഡ്ജറ്റിലും ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലങ്ങളിലും അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട്. ജില്ലയിലെ ശബരിമല റോഡുകൾക്ക്, അതുപോലെ MC റോഡ് വികസനം, KSTP റോഡിന്റെ വികസനം, മലയോര പാതയുടെ വികസനം, അതുകൂടാതെ ടൂറിസം മേഖല അടക്കം എല്ലാ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സർവതല സ്പർശിയായ വികസനം നടത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള നല്ല ഒരു ബജറ്റാണ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് ഈ കഴിഞ്ഞ ബജറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് അധ്യാപകരെയും അതുപോലുള്ള അസംഘടിത വർഗ്ഗക്കാരെയും എല്ലാം ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലോ സ്പീക്കർ. മാത്രവുമല്ല, അസംഘടിതരായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും സംരക്ഷിച്ചു. സ്ത്രീകളെ പ്രത്യേകമായി സംരക്ഷിച്ചു. ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികളെ, അവർക്ക് പ്രത്യേക ഇൻഷുറൻസ്, പത്രക്കാർക്ക് ഇൻഷുറൻസ്, ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ഈ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലാണ് ഏറ്റവും കൂടുതൽ പരിരക്ഷ കൊടുത്തത്. വിദ്യാർത്ഥികൾക്കെല്ലാം ഇൻഷുറൻസ് ഏർപ്പെടുത്തി എന്നുള്ളതും ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റ് കൂടിയാണ് ഈ ബഡ്ജറ്റ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു തുടർഭരണം ഉണ്ടാകും എന്ന് തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കി നമ്മൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ പാടില്ല. കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരേ നിലയിൽ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. വ്യത്യസ്തമായ ഒരാളെ പാർഷ്യാലിറ്റി കാണിച്ചു എന്ന് പറയാൻ കഴിയില്ല. എല്ലാ ആളുകളെയും, മുഴുവൻ ആളുകളെയും സംരക്ഷിച്ചുകൊണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം, സർക്കാർ ഓഫീസുകൾക്ക് അടിസ്ഥാന സൗകര്യം, റോഡ്, പാലം, വൈദ്യുതി, കുടിവെള്ളം അടക്കം എല്ലാ മേഖലയും വലിയ വികസന മുന്നേറ്റത്തിലൂടെയാണ് പോയത്. ഏകദേശം 96,000 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി നമ്മുടെ സംസ്ഥാനം നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 5 അസംബ്ലി മണ്ഡലവും ഇടതുപക്ഷം വൻപിച്ച വിരുദ്ധ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. കോഴിക്കോട് മാളിക്കടവിൽ ആത്മഹത്യ ചെയ്യാനായി യുവതിയെ വിളിച്ചുവരുത്തി കൊലപ്പെടുത്തിയ കൊലപാതകത്തിൽ പ്രതി വൈശാഖനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. വൈശാഖന്റെ മാളിക്കടവിലെ ഇൻഡസ്ട്രിയിലെയാണ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. കൊലപാതകത്തിൽ കുറ്റബോധമുണ്ടെന്നും കൃത്യം നടത്തിയത് ഭാര്യയ്ക്കറിയാമെന്നും പ്രതി വൈശാഖൻ പറഞ്ഞു. വിവരങ്ങളുമായി റിയാസ് KMR ആണ് ചേരുന്നത്. റിയാസ്, എന്തായാലും തെളിവെടുപ്പ് ഇന്ന് പ്രതിയുമായി നടത്തിയിരിക്കുന്നു. ഈ കൃത്യം ചെയ്തതിൽ അല്ലെങ്കിൽ ഈ അരും കൊല ചെയ്തതിൽ തനിക്ക് കുറ്റബോധമുണ്ട് എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഈ ഒരു ഭാഗത്തിൽ തൻ്റെ ഭാര്യയ്ക്കും ഈ സംഭവങ്ങളെല്ലാം അറിയാമെന്നുകൂടി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് റിയാസ് കൂടുതൽ വിവരങ്ങൾ? അതോടൊപ്പം തന്നെ ഭാര്യയുടെ മൊഴി എടുത്തിരുന്നു പോലീസ്. ആ മൊഴി എന്തെല്ലാമാണ്? പോലീസ് ഈ വൈശാഖിൻ്റെ ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വൈശാഖിനെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. സംഭവ സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോട് മാളിക്കടവിലെ
മോരിക്കരയിലാണ്. മോരിക്കരയിലെ ഐഡിയൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന വൈശാഖിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലാണ് 24 ശനിയാഴ്ച ഉച്ചയോടുകൂടി ഈ 26-കാരിയായിട്ടുള്ള യുവതിയെ വൈശാഖൻ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കൊലപാതകത്തിന് ശേഷം കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞു എന്നുള്ളതാണ് വൈശാഖൻ പറഞ്ഞത്. അല്ലാതെ നേരത്തെ ഭാര്യയുമായി പ്ലാൻ ചെയ്തു എന്ന രീതിയിലല്ല കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് ശേഷം ഇക്കാര്യങ്ങൾ താൻ ഭാര്യയോട് വിവരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അത് ഒരു പ്രതിയുടെ, ഒരു കുറ്റവാളിയുടെ മൊഴിയാണ്. അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതെല്ലാം തന്നെ അന്വേഷണ സംഘം ഇപ്പോഴും വലിയ കാര്യമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല ആ മൊഴി. മറ്റൊന്ന്, ഈ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് കുറ്റബോധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കുറ്റബോധമുണ്ടോ, ഒരുമിച്ച് മരിക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് എന്ന കാര്യമാണ് വൈശാഖൻ പറഞ്ഞത്. അതൊരുപക്ഷെ വൈശാഖൻ്റെ അഭിഭാഷകനോ മറ്റോ പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും എന്നുള്ള രീതിയിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ കരുതുന്നത്. വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ളൊരു കൊലപാതകമാണ് വൈശാഖൻ ഈ 24-ന് നടത്തിയത്. 10 വർഷത്തോളം 16 വയസ്സ് മുതൽ ഒരു യുവതിയെ, അതായത് ഒരു പെൺകുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ ക്രൂരമായി പീഡിപ്പിച്ച് വന്ന ഒരു യുവതിയെ, ആ യുവതി വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിന് തയ്യാറാകാതെ ഇയാൾ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ യുവതി മരിക്കാൻ, ജീവനൊടുക്കാൻ സന്നദ്ധത തയ്യാറാവാത്ത ഘട്ടത്തിൽ ആ യുവതിക്ക് നൽകിയ ജ്യൂസിൽ ലഹരി ഗുളിക കലക്കി, അതിൽ മയക്ക് ഗുളിക കലക്കി അവരെ അർദ്ധബോധാവസ്ഥയിലാക്കിയതിന് ശേഷമാണ് അവരെ കയറിൽ കെട്ടിത്തൂക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷം ക്രൂരമായി പീഡിപ്പിക്കുന്ന അതിപൈശാചികമായ ഒരു സംഭവമാണ് നടന്നത്. ആ സംഭവത്തിലാണ് വൈശാഖിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. മൂരിക്കരയിലെ ഈ ഐഡിയൽ ഇൻഡസ്ട്രിയലിന് പുറമെ ഈ വൈശാഖൻ ജ്യൂസ് വരുത്തിച്ച ജ്യൂസ് കടയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അരമണിക്കൂറോളമാണ് എലത്തൂർ പോലീസ് ഇൻസ്പെക്ടർ KR രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയത്. ഇനി വൈശാഖിനെ വിശദമായി ചോദ്യം ചെയ്യും. ഭാര്യയുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്നും ലഭിച്ച വിശദാംശങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടായിരിക്കും വൈശാഖിനെ ചോദ്യം ചെയ്യുക. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനി നടക്കേണ്ടതുണ്ട്. ഫെബ്രുവരി 2 വരെ വൈശാഖിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അതിനിടെ വൈശാഖനും ഭാര്യയും ചേർന്ന് ഈ സംഭവത്തിന് ശേഷം ഈ പെൺകുട്ടി ജീവനൊടുക്കിയെന്ന് വിശ്വസിപ്പിച്ച, വൈശാഖൻ ഭാര്യയടക്കം വിശ്വസിപ്പിച്ച കാര്യം, ആ സംഭവം വൈശാഖൻ ഈ യുവതിയുടെ മൃതദേഹം വൈശാഖനും ഭാര്യയും ചേർന്ന് കാറിൽ കയറ്റുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഭാര്യ എവിടേക്ക് എത്തുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസ് നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, വിവരങ്ങൾ പങ്കുവച്ചത് റിയാസ് KMR ആണ്. കോഴിക്കോട് മാളിക്കടവിൽ ആത്മഹത്യ ചെയ്യാനായി യുവതിയെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊലയ്ക്ക് ശേഷം പ്രതി വൈശാഖനും ഭാര്യയും ചേർന്ന് യുവതിയുടെ മൃതദേഹം കാറിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. വൈശാഖിന്റെ ഭാര്യ ഓട്ടോയിൽ വന്നിറങ്ങുന്നതും വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തിരുവനന്തപുരം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി യുവതി. പ്രസവത്തിന് പിന്നാലെ തുന്നിക്കെട്ടിയത് ശരിയായ രീതിയിലല്ലെന്നും ഇതുമൂലം വിവിധ ആശുപത്രികളിലായി 3 ശസ്ത്രക്രിയ ചെയ്തുവെന്നുമാണ് വിതുര സ്വദേശി ഹസ്ന ഫാത്തിമയുടെ ആരോപണം. പ്രസവത്തിന് ശേഷം തുന്നിക്കെട്ടിയതിലുള്ള പിഴവ് മൂലം മലബന്ധം ഉണ്ടായെന്നും തുന്നിയ ഭാഗത്തിലൂടെ മലം പുറത്തു വരുന്നുവെന്നും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായുമെന്നതാണ് യുവതിയുടെ പരാതി. മലം പോകാതെ വയറ്റിൽ കെട്ടിക്കിടന്നും അണുബാധയായി. നിലവിൽ മലം പുറംതള്ളുന്നത് ട്യൂബിലൂടെയാണ്. പ്രസവത്തിനു ശേഷം 7 മാസമായി ദുരിതം അനുഭവിക്കുകയാണ്. പ്രസവത്തെ തുടർന്ന് എപ്പിസിയോട്ടിമ ഇട്ടതിൽ ഡോക്ടർക്ക് കൈപ്പിഴവ് ഉണ്ടായി എന്നതാണ് യുവതിയുടെ ആരോപണം. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും പരാതി നൽകി. മലദ്വാരത്തിലെ ഞരമ്പ് മുറിഞ്ഞതാണ് പ്രശ്നത്തിന് കാരണമെന്നതാണ് സ്കാനിങ്ങിൽ കണ്ടെത്തിയത്. പിഴവ് മറച്ചുവെച്ച ഡോക്ടർ മുറിവ് തുന്നിക്കെട്ടിയ
തുന്നിക്കെട്ടി പ്രസവം പൂർത്തിയാക്കി വാർഡിലേക്ക് മാറ്റിയെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും യുവതി ചികിത്സ തേടി കോസ്റ്റോമി ശസ്ത്രക്രിയയും പ്ലാസ്റ്റിക് സർജറിയും ചെയ്തു. ഇനിയും 2 ശസ്ത്രക്രിയകൾ കൂടി ചെയ്യാനുണ്ട്. ഇതുവരെ ചികിത്സയ്ക്ക് മാത്രമായി ചിലവായത് 6 ലക്ഷം രൂപയാണെന്നും കുടുംബം പറയുന്നു. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് വിശദീകരണം നൽകി. SIR-ൽ പേര് ചേർക്കാനും ഒഴിവാക്കാനും അപേക്ഷ സമർപ്പിക്കാനുമുള്ള സമയം ഇന്ന് അവസാനിക്കും. സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമയം ഇന്നുവരെ നീട്ടിയത്. ജനുവരി 22 വരെയായിരുന്നു ഇതിനു മുമ്പ് SIR-ൽ പേര് ചേർക്കാനും ഒഴിവാക്കാനുമുള്ള അവസാന സമയപരിധിയായി നിശ്ചയിച്ചിരുന്നത്. 11 ലക്ഷത്തോളം പേർ ഇതുവരെ പേര് ചേർക്കാൻ അപേക്ഷിച്ചത്. ഹിയറിംഗും പരിശോധനയും ഫെബ്രുവരി 14 വരെ തുടരും. 37 ലക്ഷത്തിലധികം പേരാണ് രേഖകൾ ഹാജരാക്കേണ്ടത്. 2002-ലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണ് രേഖ നൽകേണ്ടത്. അതേസമയം ഹിയറിംഗിനും പരിശോധനയ്ക്കും ശേഷം 9868 പേരാണ് ഇതുവരെ പുറത്തായത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തെ തുടർന്ന് മഹാരാഷ്ട്രയിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് തീയതികളിൽ മാറ്റം. ജനുവരി 28 മുതൽ ജനുവരി 30 വരെ സംസ്ഥാന സർക്കാർ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് മാറ്റം ഉണ്ടായിരിക്കുന്നത്. 12 ജില്ലാ പരിഷത്തുകളിലും 125 പഞ്ചായത്ത് സമിതികളിലേക്കുമുള്ള പൊതു തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളുടെ ഷെഡ്യൂൾ പരിഷ്കരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. ഇതനുസരിച്ച് ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർ ജനുവരി 31 പുതുക്കിയ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. വിജ്ഞാപനം അനുസരിച്ച് ഫെബ്രുവരി 7 രാവിലെ 7:30 മുതൽ വൈകുന്നേരം 5:30 വരെ വോട്ടെടുപ്പ് നടക്കും. ഫെബ്രുവരി 9 രാവിലെ 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഫെബ്രുവരി 5 രാത്രി 10 മണിക്ക് പൊതു പ്രചാരണം അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന് NCP-യിൽ പുതിയ അധ്യക്ഷനായുള്ള നിർണായക ചർച്ചകൾ തുടങ്ങി. NCP-യുടെ മുതിർന്ന നേതാക്കൾ അജിത് പവാറിന്റെ ഭാര്യയും രാജ്യസഭാ MP-യുമായ സുനേത്ര പവാറുമായി കൂടിക്കാഴ്ച നടത്തി. അജിത് പവാറിന്റെ വിയോഗത്തെ തുടർന്ന് ഒഴിവാവുന്ന ബാരാമതി മണ്ഡലത്തിൽ സുനേത്ര പവാർ മത്സരിക്കണമെന്ന ആവശ്യം മുതിർന്ന നേതാക്കൾ ഉന്നയിച്ചു എന്നതാണ് വിവരം. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം മത്സരത്തിലേക്ക് സുനേത്ര പവാർ എത്തണമെന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ 2 ദിവസത്തിനുള്ളിൽ NCP-യിൽ യോഗം ചേരും. അതേസമയം വിമാനാപകടത്തിൽ സമയബന്ധിതമായ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ ജയിലിൽ കഴിയുന്ന ആൺ സുഹൃത്തിനെ കാണാനെത്തിയ യുവതി വീഡിയോ ചിത്രീകരിച്ച സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സംഭവം വിവാദത്തിൽ. റായ്പൂരിലെ സെൻട്രൽ ജയിലിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മൊബൈൽ ഫോണുമായി ജയിലിനുള്ളിലേക്ക് കടക്കാൻ യാതൊരു അനുമതിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് യുവതി വീഡിയോ എടുക്കുകയും അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. വിസിറ്റിംഗ് റൂമിനുള്ളിൽ കാമുകനുമായി സംസാരിക്കുന്നതിനിടെ ചിത്രീകരിച്ച വീഡിയോ പിന്നീട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുകയായിരുന്നു. വീഡിയോയിൽ കാണുന്ന തടവുകാരൻ NDPS ആക്ട് കേസിലെ പ്രതിയായ തർക്കശ്ശേർ ആണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജയിൽ അധികൃതർ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റായ്പൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മുൻപും ഇത്തരത്തിൽ വീഡിയോ പ്രചരിച്ചിട്ടുണ്ട്. കാനഡയ്ക്ക് മേൽ വീണ്ടും താരിഫ് ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എയർക്രാഫ്റ്റ് സർട്ടിഫിക്കേഷനുമായുള്ള തർക്കമാണ് പുതിയ താരിഫ് ഭീഷണിയിലേക്ക് എത്തിയത്. അമേരിക്കയിൽ വിൽപ്പന നടത്തുന്ന എല്ലാ കനേഡിയൻ വിമാന നിർമ്മാണ കമ്പനികൾക്കും 50% തീരുവ ചുമത്തുമെന്നതാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കൻ വിപണിയിൽ വലിയ തോതിൽ വിൽപ്പന നടത്തുന്ന കനേഡിയൻ വിമാന നിർമ്മാതാക്കളായ ബോംബ് പാർട്ടിയെ ലക്ഷ്യമിട്ടാണ് ട്രംപിന്റെ നീക്കം. അമേരിക്കൻ വിമാന കമ്പനിയായ ഗൾഫ് സ്ട്രീം എയ്റോസ്പേസ് ബിസിനസ് ജെറ്റ് വിമാനങ്ങൾക്ക് എയ്റോസ്പേസ് സർട്ടിഫിക്കേഷൻ നൽകിയില്ലെങ്കിൽ കനേഡിയൻ വിമാനങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തുമെന്നതാണ് ട്രംപ് സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയുള്ള വിമാനങ്ങളായ ഗൾഫ് സ്ട്രീമിന് സർട്ടിഫിക്കേഷൻ നൽകാതിരുന്നത് നീതിക്ക് നിരക്കാത്തതല്ലേ എന്നതാണ് ട്രംപിന്റെ വാദം. ഏറെ കാലങ്ങൾക്ക് മുമ്പ് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരമാണ് കാനഡ തടഞ്ഞുവച്ചത് എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ നിലപാടിനോട് കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് കാർണി രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്.
കാനഡയുടെ പരമാധികാരത്തെ മാനിക്കാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ മുള്ളൂർക്കരയിൽ ജീവിത നൈരാശ്യത്തെ തുടർന്ന് അവിവാഹിതരായ 3 സഹോദരിമാർ വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സംഭവത്തിൽ ഇളയ സഹോദരി സരോജിനി മരിച്ചു. മറ്റു സഹോദരിമാരായ ജാനകി, ദേവകി എന്നിവരെ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. വീട്ടിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. ജീവിതത്തോടുള്ള നൈരാശ്യമാണ് ഇത്തരമൊരു കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് കുറിപ്പിൽ പറയുന്നത്. ഇവരെ പുറത്തു കാണാതായതോടെ അയൽവാസികൾ നടത്തിയ പരിശോധനയിലാണ് മൂവരെയും അവശ്യനിലയിൽ കണ്ടെത്തിയത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സരോജിനിയെ രക്ഷിക്കാനായില്ല. പ്രായത്തിൻ്റെതായ അവശതകളും ഒപ്പം ഇവർക്കുണ്ടായിരുന്നു. ഇവരെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രാഥമിക നിഗമനം എന്നതാണ് അറിയാൻ കഴിയുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അന്വേഷണം തുടരുകയാണ്. തൃശൂർ കുറ്റൂർ നൈതലക്കാവ് പൂരത്തിനിടെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷയും വിധിച്ച് കോടതി. കൂറ്റൂർ സ്വദേശി അരുൺ എന്ന രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതികളായ വിപിൻ, സുമേഷ് എന്നിവർക്ക് തൃശൂർ 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2010 കേസിനാസ്പദമായ സംഭവം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ പ്രതികൾ രഞ്ജിത്തിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കുറ്റൂർ സുധാകരൻ കൊലക്കേസിൽ തുടർന്നുണ്ടായ കേസിൽ അവസാനം നടന്നത് അരുൺ എന്ന രഞ്ജിത്തിന്റെ കൊലപാതകമാണ്. സുധാകരന്റെ സഹോദരന്റെ പുത്രനാണ് ഈ അരുൺ. വിയൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 30 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 18 തൊണ്ടിമുതലുകളും ഹാജരാക്കി. മലപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ മാസങ്ങളായി ഭീതി പരത്തി കരടി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലായി. ടിക്കി കോളനി ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച കെണിയിലാണ് അർദ്ധരാത്രിയോടെ കരടി അകപ്പെട്ടത്. പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലെ ക്ഷേത്രങ്ങളിൽ കരടി എത്തുന്നത് പതിവായിരുന്നു. ക്ഷേത്രങ്ങളിൽ സൂക്ഷിച്ച നെയ്യ്, എണ്ണ, ശർക്കര ഉൾപ്പെടുന്ന സാധനങ്ങൾ ഭക്ഷിക്കുന്നതും കരടി വ്യാപകമായ നാശം വരുത്തിയാണ് പിന്നീട് മടങ്ങാറുള്ളത്. ഒപ്പം കൃഷിയിടങ്ങളിൽ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്ത് കർഷകർക്ക് വലിയ രീതിയിലുള്ളൊരു നാശം വരുത്തുകയും ചെയ്തു. നാട്ടുകാരുടെ പരാതിയിൽ വനം വകുപ്പ് മേഖലയിൽ 2 കെണികൾ കരടികളുടെ നീക്കം നിരീക്ഷിക്കാനായി ക്യാമറയും സ്ഥാപിച്ചിരുന്നു. തുടർന്ന് അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച കെണിയിൽ കരടി അകപ്പെടുകയായിരുന്നു. കരടിയെ അമരമ്പലം RRT ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റി. കരടിയെ കാട്ടിൽ തുറന്നുവിടരുതെന്നും വിട്ടാൽ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ഇതിനെ മൃഗശാലയിലേക്ക് മാറ്റണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മൾ ഈ കരടീനെ ഇവിടെ ഇന്ന് ടി.കെ. കോളനി അമ്പലത്തിൽ വെച്ച് പിടികൂടി. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിത് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ DFO ആണെങ്കിലും റേഞ്ച് ഓഫീസർ ആണെങ്കിലും ഡെപ്യൂട്ടി ആണെങ്കിലും ഒക്കെ പറഞ്ഞത് അവരുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കരടിയെ ഇവിടുന്ന് കയറ്റാൻ സമ്മതിച്ചിട്ടുള്ളത്. അവർ കാഴ്ച ബംഗ്ലാവിലേക്ക് അത് വിടുകയുള്ളൂ. ഇപ്പൊ തൽക്കാലം അമരമ്പലം ഫോറസ്റ്റ് ഡിപ്പോയിൽ കൊണ്ടാക്കും. നാളെ രാവിലെ അതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകുമെന്ന് ഉറപ്പ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കരടിയെ കൊണ്ടുപോകാൻ അയച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ മാവേലിക്കരയിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. കൊച്ചാലമ്മൂട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുള്ള റബ്ബർ മാറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്കാണ് തീപിടിച്ചത്. മാവേലിക്കരയിൽ നിന്നുള്ള 2 അഗ്നിരക്ഷാസേന യൂണിറ്റ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആലപ്പുഴയിൽ നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംഭവസ്ഥലത്ത് പടർന്നു പിടിച്ച തീ ഇപ്പോൾ എന്തായാലും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ആലപ്പുഴ മാവേലിക്കരയിൽ വൻ തീപിടുത്തം ഉണ്ടായിരുന്നു. കൊച്ചാലമ്മൂട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ആണ് റബ്ബർ മാറ്റ് ഉണ്ടാക്കുന്ന കമ്പനിക്കായിരുന്നു തീപിടിച്ചത്. മാവേലിക്കരയിൽ നിന്നുള്ള 2 അഗ്നിരക്ഷാസേന യൂണിറ്റ് എത്തി ഇപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കി.
തൃശൂരിൽ ചികിത്സയിലായിരുന്ന ആന ചരിഞ്ഞു. ചേസൻ ഗണപതി എന്ന ആനയാണ് ചരിഞ്ഞത്. എരണ്ടക്കെട്ടിന് തുടർന്നാണ് 45 ദിവസത്തിലധികമായി ആന ചികിത്സയിലായിരുന്നത്. 55 വയസ്സായിരുന്നു ആനയുടെ പ്രായം. കൊല്ലത്ത് പാർട്ടി മാറിയതിന്റെ പേരിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ച പ്രതിയെ അറസ്റ്റ് ചെയ്തു. മയ്യനാട് സ്വദേശി രതീഷിനെ ആക്രമിച്ച കേസിലാണ് കണ്ടച്ചിറ സ്വദേശി രതീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മയ്യനാട് റെയിൽവേ സ്റ്റേഷനിൽ വച്ച പ്രതി രതീഷിനെ അസഭ്യം പറയുകയും തുടർന്ന് ഇവിടെ നിന്നും ബൈക്കിൽ കയറിപ്പോയ ഇയാളെ പ്രതി ബൈക്കിൽ പിന്തുടർന്ന മുക്കുളം ജംഗ്ഷനിൽ വച്ച തടഞ്ഞു നിർത്തി കത്തിയെടുത്ത് ആക്രമിച്ചു എന്നതാണ് പുറത്തുവന്ന വിവരം. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ രതീഷിന്റെ തോളിൽ കത്തികൊണ്ട് പരിക്ക് പറ്റിയിരുന്നു. തുടർന്ന് രതീഷ് നൽകിയ പരാതിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നാലെ പ്രതിയെ റിമാൻഡും ചെയ്തു. ആലപ്പുഴ ചെന്നിത്തലയിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. 25 പവൻ സ്വർണവും ലാപ്ടോപ്പും മറ്റ് ഉപകരണങ്ങളും കവർന്നു. ചെന്നിത്തല സ്വദേശി ജോസന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ജോസും കുടുംബവും കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് സംഭവമുണ്ടായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ കീളകത്ത് പിക്കപ്പ് ജീപ്പും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കണ്ടപ്പനം സ്വദേശി അരുണാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടമുണ്ടായത്. മലപ്പുറം എടക്കരയിൽ കാറിടിച്ച കാൽനട യാത്രക്കാരൻ മരിച്ചു. എടക്കര സ്വദേശി കുഞ്ഞു മുഹമ്മദാണ് മരിച്ചത്. രോഗിയുമായി പോവുകയായിരുന്ന ഇനോവ കാറാണ് ഇടിച്ചത്. മകനെ സ്കൂളിൽ എത്തിച്ച ശേഷം റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത്. എടക്കര ടൗണിൽ വച്ചാണ് സംഭവം. തൃശൂർ ഗുരുവായൂർ തെക്കേ നടയിൽ ബൈക്ക് അപകടത്തിൽ യുവതി മരിച്ചു. റുസീനയാണ് മരിച്ചത്. ഭർത്താവിനൊപ്പം ഗുരുവായൂരിലേക്ക് വീട്ടിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റുസീനയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ഭർത്താവ് റഫീഖ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്. തൃശൂർ പന്നിത്തടം സെന്ററിൽ ലോറികൾ കൂട്ടിയിടിച്ച അപകടം. കുന്നംകുളം ഭാഗത്ത് നിന്ന് ഓക്സിജൻ സിലിണ്ടറുമായി വന്ന ലോറിയും കച്ചേരി ഭാഗത്ത് നിന്ന് വന്ന മറ്റൊരു ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 1 ഡസനിലധികം അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സിഗ്നൽ സംവിധാനം പകൽ മാത്രം പ്രവർത്തിക്കുന്ന രീതിയിലാണ് എന്നും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഇത് ഉയർത്തുന്നു എന്നതാണ് ഉയരുന്ന പരാതി. അപകടം നടക്കുമ്പോൾ സിഗ്നൽ പ്രവർത്തിച്ചിരുന്നില്ല. അപകടത്തിൽ ഡ്രൈവർമാരിൽ ഒരാൾക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ നിലച്ചിട്ട് 8 മാസം പിന്നിടുന്നു. സംഭവത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്നും സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണ് കിടത്തി ചികിത്സ എന്നതെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. ഇടുക്കിയുടെ ഗ്രാമീണ മേഖലയിൽ ഏറ്റവും അധികം ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രം. 2004 മുതൽ കിടത്തി ചികിത്സ ആരംഭിച്ച സാമൂഹികാരോഗ്യ കേന്ദ്രം കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ഏകാശ്രയമായിരുന്നു. പതിറ്റാണ്ടുകളോളം മെച്ചപ്പെട്ട സേവനം ലഭിച്ചിരുന്ന കഞ്ഞിക്കുഴി CHC കോവിഡിനോടനുബന്ധിച്ച് കിടത്തി ചികിത്സ നിർത്തലാക്കിയെങ്കിലും പിന്നീട് പുനരാരംഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 8 മാസങ്ങൾക്ക് മുൻപ് ഒരാഴ്ചത്തെ പരിശീലനത്തിന് പോകണമെന്ന കാരണത്താൽ മെഡിക്കൽ ഓഫീസർ കിടത്തി ചികിത്സ ഒഴിവാക്കി. IP വിഭാഗം പൂട്ടിയ ശേഷം പിന്നീട് ആരംഭിച്ചില്ല. 25ഓളം IP ബെഡുകൾ ഉണ്ടായിരുന്നു അവിടെ. എന്നാൽ ഈ കോവിഡിന് ശേഷം അടുത്ത കാലത്ത് മാസങ്ങൾക്ക് മുമ്പ് പേരിന് മാത്രം IP വന്ന് 2-3 പേരെ അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥിതിയായി. അത് കഴിഞ്ഞ് അതും നിർത്തി. ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ അത്രയും വലുപ്പമുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ആദിവാസി ഗിരിജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ വേറെ ചികിത്സാ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും വളരെയേറെ വിഷമത്തിലാണ്. ഇപ്പോൾ ഈവനിങ് കൗണ്ടർ എന്ന പേരിൽ 6 മണി വരെ വെച്ചു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു കാലം ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ചെന്നാൽ പോലും ഒരു പനിയായിട്ട് ചെല്ലുന്നവർക്ക് മരുന്നില്ലാത്ത അവസ്ഥയാണ്. ആശുപത്രിയുടെ മേൽനോട്ട ചുമതലയുള്ള ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവുന്നില്ലെന്നാണ് പരാതി. നിലവിൽ കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരുമുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 1 ഡോക്ടർ മാത്രമാണ് ഉണ്ടാവുക. ഇതുമൂലം രോഗികൾക്ക് കാര്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. വൈകിട്ട് 6 മണി വരെ OP ഉണ്ടാകുമെന്ന് പറയുമ്പോഴും പല ദിവസങ്ങളിലും വേണ്ടത്ര സേവനം ലഭിക്കുന്നില്ലെന്നാണ് മറ്റൊരു പരാതി. കഞ്ഞിക്കുഴി CHCയിൽ അടിയന്തരമായി കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.
ഇന്ത്യ ന്യൂസിലൻഡ് T20 പരമ്പരയിലെ അവസാന മത്സരം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നാളെ നടക്കാനിരിക്കെ പ്ലേയിങ് 11-ൽ എന്തൊക്കെ മാറ്റമുണ്ടാകാം എന്നറിയുന്ന ആകാംക്ഷയിലാണ് ഇന്ത്യൻ ആരാധകർ. വിശാഖപട്ടണത്ത് നടന്ന 4ാം T20-ൽ 50 റൺസിന്റെ കനത്ത തോൽവി വഴങ്ങിയ പശ്ചാത്തലത്തിൽ കാര്യവട്ടം T20-ൽ ടീമിൽ അടിമുടി മാറ്റമുണ്ടാകുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. നേരിയ പരിക്ക് മൂലം 4ാം T20-ൽ വിശ്രമം അനുവദിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ ടീമിൽ തിരിച്ചെത്തിയാൽ സഞ്ജു സാംസൺ പുറത്താകുമോ എന്നതാണ് വലിയ ചോദ്യം. പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളിൽ ഒരു ഗോൾഡൻ ഡക്ക് ഉൾപ്പെടെ 16 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാൻ കഴിഞ്ഞത്. വിശാഖപട്ടണത്ത് നടന്ന 4ാം T20-ൽ 15 പന്തിൽ 24 റൺസ് അടിച്ച നല്ല തുടക്കമിട്ടെങ്കിലും വലിയ സ്കോർ നേടാനാവാത്തതും ഔട്ടായ രീതിയുമെല്ലാം കാര്യവട്ടത്ത് സഞ്ജുവിന് അവസരം ലഭിക്കുമോ എന്ന കാര്യത്തിലും സംശയം ഉയർത്തുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ ഹോം ഗ്രൗണ്ടിൽ ഇന്ത്യൻ കുപ്പായത്തിൽ സഞ്ജു സാംസൺ മികച്ച ഇന്നിംഗ്സ് പുറത്തെടുക്കുമെന്നും ലോകകപ്പിന് മുമ്പ് ഫോം വീണ്ടെടുക്കുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. മത്സരത്തിന്റെ മുഴുവൻ ടിക്കറ്റുകളും ഇതിനോടകം വിറ്റുപോയിട്ടുണ്ട്.